ഒരു പണിയുമില്ലാതെ ഒരു 2.25 ലക്ഷം ബൈക്കിൽ കറങ്ങി എന്നതുകൊണ്ട് മാത്രം അവനൊരു കാമുകിയും ഉണ്ടായിരുന്നു പോലും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി അതാണ്. എല്ലാവരും പറഞ്ഞ അഫാൻ ഒരു സൈക്കോ, റിപ്പർ ചന്ദ്രന് ശേഷം കേരളം കണ്ട ഏറ്റവും ഭീകരനായ കൊലപാതകിയുടെ പേരാണ് അഫാൻ എന്നാ. എൻ്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ ഈ നാടിന് നല്ലൊരു മെസ്സേജ് നൽകിയ മഹാനാണ് അഫാൻ എന്ന് പറയേണ്ടി വരും. അതിനുശേഷം കേരളത്തിൽ അപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നുകൊണ്ട് കേരളത്തിൽ എന്ത് മാറ്റം ഉണ്ടായിന്നറിയോ? പല രക്ഷാകർത്താക്കൾക്കും പേടിയായി. സ്വന്തം അമ്മയെ ഹാമർ കൊണ്ട് തലക്കടിച്ചു കൊല്ലുവാൻ മടിയില്ലാത്ത മനുഷ്യജന്മങ്ങൾ ഈ നാട്ടിലുണ്ട് എന്ന് ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്തിയ മഹാന്റെ പേരാണ് അഫാൻ. ലഹരിയെക്കുറിച്ച് സാറ് പറഞ്ഞ പോലെ ഞാൻ തന്നെ 12 കൊല്ലമായി ഈ ലഹരിക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. 12 കൊല്ലം സംസാരിച്ചിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ എൻ്റെ ക്ലാസ് കേട്ടിട്ട് ഒറ്റൊരാൾ നന്നായിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങളങ്ങ് നന്നാവും എന്നുള്ള വിചാരം എനിക്കില്ലതാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളെ മനസ്സിൽ ചോദ്യം ചോദിക്കണം, പിന്നെ എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്നൊരു ചോദ്യം വരേണ്ടതാണ്. പക്ഷേ ഈ ലഹരിയുടെ ഭീകരതയെക്കുറിച്ച് മനുഷ്യരറിയണമെന്നുള്ളതാണ് നമ്മളെ വിഷയം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ക്ലാസ് കേട്ട് നന്നായിട്ടില്ല എങ്കിലും ആപത്തിൽപ്പെടുന്ന മനുഷ്യജന്മങ്ങളുടെ രക്ഷാകർത്താക്കൾ പലപ്പോഴും നമ്മളോട് സംസാരിക്കുന്നത് കാണുമ്പോൾ അവരൊക്കെ പറയുന്നൊരു വർത്താനമുണ്ട്, അന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ. അതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലഹരിക്കെതിരെയുള്ള പോരാട്ടം കേരളത്തിൽ വിജയിക്കാതിരിക്കാൻ കാരണം ഈ സദസ്സിൽ നോക്കിയാൽ മനസ്സിലാവും. ലഹരിക്കെതിരെയുള്ള പോരാട്ടം വിജയിക്കണമെങ്കിൽ ഒരു 4 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള മനുഷ്യജന്മങ്ങൾ ഈ പോരാട്ടം ഏറ്റെടുക്കണം. അല്ലാണ്ട് ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു മനുഷ്യനും ഇതുവരെ കള്ളും കഞ്ചാവൊന്നും കാണാത്ത മനുഷ്യന്മാരാണ്. ഇതിനെതിരെ ഒരു ഭീകരത ഇവിടെ സംസാരിച്ചിട്ട് നിങ്ങളെ BP കൂടുക എന്നല്ലാണ്ട് വേറൊരു സംഗതി ഇവിടെ നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ നാട് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. റോഡെല്ലാം ഇനി വേണം. സാറ് പറഞ്ഞില്ല, നിങ്ങളിലുള്ള പ്രതീക്ഷയാണ് സാറ്. ഈ റോഡൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ നന്നാവും. അത്രയും കൂട്ടായ്മകൾ ഈ നാട്ടിലുണ്ട് എന്നുള്ള പോസിറ്റീവ്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ റോഡെല്ലാം അവിടെ നിൽക്കട്ടെ എന്നുള്ളതാണ്. മനുഷ്യന്മാരെ നന്നാക്കുവാൻ, വീട് നന്നാക്കുവാൻ നിങ്ങൾ ഇന്ന് ഈ നിമിഷം മുതൽ തുനിഞ്ഞിറങ്ങിയില്ല എങ്കിൽ ഈ നാട് ഇനി അധികകാലം ഉണ്ടാവില്ല. ലഹരിയുടെ പോക്ക് ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കാര്യം എഴുതി വെച്ചോ, ഈ നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവില്ല, ഒരു മതവും ഉണ്ടാവില്ല, ഒരു സാംസ്കാരിക സംഘടനയും ഉണ്ടാവില്ല. ഇവിടെ ഉണ്ടാവുന്ന സംഘടനയുടെ പേര് MDMA എന്ന് മാത്രമായിരിക്കും. ഇനി 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ ലഹരിക്കെതിരെ കൂട്ടായ്മ വെച്ചിട്ടുണ്ട്, നിങ്ങളും ഞാനും മാത്രമേ ഇതിലുണ്ടാവും. പക്ഷെ നമ്മൾ ഉണ്ടാവണമെന്നില്ല. ഈറ്റകൾ നമ്മളെ കൊന്നുകളിയും. അതാണ് ഈ ആധുനിക കാലത്തെ ഡിജിറ്റൽ ലഹരിയുടെ പ്രത്യേകത. ഈ ഇരുത്തവും നോട്ടമൊക്കെ കുടുംബത്തിൻ്റെ അഭിമാനവും എന്നൊക്കെ പറയുന്നത് ഭീകരമാണ്. ആ അഭിമാനം നിലനിർത്താൻ, അതാ സാറ് നേരത്തെ പറഞ്ഞു, 2 ഉദാഹരണം മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിൽ അഫാൻ എന്ന് പറയുന്നൊരു ചെക്കനുണ്ടായിരുന്നു. 24 വയസ്സുകാരനായ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ. ഇന്ന് വരെ ഒരു പണിക്കും പോകാതെ 2.25 ലക്ഷം രൂപയുടെ ബൈക്കിൽ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിലൂടെ പാറി നടന്ന ചെക്കൻ്റെ പേര് അഫാൻ എന്നായിരുന്നു. അവനെ പൊന്നുപോലെ നോക്കിയ ഉമ്മ, ചില സാമ്പത്തിക പ്രശ്നങ്ങളാൽ ഗൾഫിൽ കുടുങ്ങിപ്പോയ ബാപ്പ, ഒരു പൊന്നനിയൻ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട പൊന്നനിയൻ. അതിനെല്ലാം അപ്പുറത്ത് ഒരു പണിയുമില്ലാതെ ഒരു 2.25 ലക്ഷം ബൈക്കിൽ കറങ്ങി എന്നതുകൊണ്ട് മാത്രം അവനൊരു കാമുകിയും ഉണ്ടായിരുന്നു പോലും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി അതാണ്. ആ കാമുകി വിദ്യാഭ്യാസം ഇല്ലാത്ത കാമുകിയൊന്നുമല്ല, BSc സെക്കൻഡ് ഇയർ പഠിക്കുന്ന കെമിസ്ട്രി വിദ്യാർത്ഥിയായിരുന്നു. ഓളിയും കൊന്നു കളഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ അഫാൻ കേരളത്തിന് നൽകുന്ന മാതൃക, എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും പറഞ്ഞ അഫാൻ ഒരു സൈക്കോ, റിപ്പർ ചന്ദ്രന് ശേഷം കേരളം കണ്ട ഏറ്റവും ഭീകരനായ കൊലപാതകിയുടെ പേരാണ് അഫാൻ എന്നാ. എൻ്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ ഈ നാടിന് നല്ലൊരു മെസ്സേജ് നൽകിയ മഹാനാണ് അഫാൻ എന്ന് പറയേണ്ടി വരും. അതിനുശേഷം കേരളത്തിൽ അപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നുകൊണ്ട് കേരളത്തിൽ എന്ത് മാറ്റം ഉണ്ടായിന്നറിയോ? പല രക്ഷാകർത്താക്കൾക്കും പേടിയായി. സ്വന്തം അമ്മയെ ഹാമർ കൊണ്ട് തലക്കടിച്ചു കൊല്ലുവാൻ മടിയില്ലാത്ത മനുഷ്യജന്മങ്ങൾ ഈ നാട്ടിലുണ്ട് എന്ന് ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്തിയ മഹാന്റെ പേരാണ് അഫാൻ.
അവൻ്റെ ഉമ്മ ഏറ്റവും നല്ലൊരു പെണ്ണുങ്ങളായിരുന്നു കേട്ടോ. അവൻ്റെ ഉമ്മേനെ എന്തിനാ കൊല്ലുന്നത്? ഈ കൊലപാതകത്തിൻ്റെ പശ്ചാത്തലം എന്താ അറിയോ? 36 കിലോമീറ്റർ സഞ്ചരിച്ച് 5 പ്രാവശ്യം ചായ കുടിച്ച് വസ്ത്രം മാറ്റി കുളിച്ചിട്ടാണ് ഈ ചങ്ങാതി 5 ആളെ കൊന്നത്. പോലീസോട് അവൻ പറഞ്ഞൊരു വർത്തമാനമുണ്ട്, ഞാൻ 7 ആളെ കൊല്ലണം എന്നാണ് വിചാരിച്ചത്, സമയം കിട്ടിയില്ല പോലും. ഇപ്പം സ്വാഭാവികമായിട്ടും ഈ ഇങ്ങനെയുള്ള അഫാന്മാർ നിങ്ങളെ വീട്ടിലുണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ നാടും വീടും രക്ഷപ്പെടുക. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ചെറിയൊരു അഭ്യർത്ഥനകൾ, ഇന്ത്യ നന്നാക്കുമെന്നും തൽക്കാലത്തേക്ക് നോക്കണ്ട, അതിനെല്ലാം ആരെല്ലാം ഉണ്ട് ഇവിടെ. കേരളം നന്നാക്കുവാൻ നിങ്ങൾ നോക്കുകയോ വേണ്ട, അതിനൊക്കെ ആരൊക്കെയോ ഉണ്ട് ഇവിടെ. ഈ പഞ്ചായത്ത് നന്നാക്കാൻ നിങ്ങൾ നോക്കണ്ട, അതെല്ലാം ആരെങ്കിലും നന്നാക്കട്ടെ. പക്ഷേ സ്വന്തം വീടിൽ അഫാനില്ല എന്ന് സുബൈദയെ കഴുത്തറുത്ത് കൊന്നതുപോലെ ഒരു മകൻ നിങ്ങളുടെ വീട്ടിലില്ല എന്ന്, മകൾ നിങ്ങളുടെ വീട്ടിലില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന രക്ഷകർത്താക്കളായി മാറണങ്ങൾ. A+ കിട്ടിയ വിജയികൾക്കെല്ലാം അഭിനന്ദനങ്ങൾ. ഇനിയും ഉന്നതങ്ങളിലേക്ക് നിങ്ങൾ എത്തട്ടെ. പക്ഷേ ഈ വിജയികൾ തന്നെയാണ് ലഹരിക്ക് അടിമപ്പെട്ട് നശിക്കുന്നതെന്ന് കാണുമ്പോൾ എന്തിനാണ് ഈ A+ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ട് എൻ്റെ നാട് ഏറാമലയാണ്. എൻ്റെ നാട് ഇതിൻ്റെ അപ്പുറം തന്നെയാണ്. ഏറാമല നാടന് പേര് കേട്ടൊരു നാടായിരുന്നു. നമ്മളെ ചെറുപ്പകാലഘട്ടത്തിലൊക്കെ നമുക്കൊന്നും തലയുയർത്തി പിടിക്കാൻ കഴിയാത്ത വിധം നാടൻ ഈ ലഹരി കൊണ്ട് നശിച്ചു പോയൊരു നാടാണ്. അവിടെയാണ് ഞാൻ ജീവിച്ചത്. അങ്ങനെ നമ്മളൊക്കെ പോരാട്ടത്തിൽ ഭാഗമായി ലഹരിക്കെതിരെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ ലഹരിക്കെതിരെ പോരാട്ടം നടത്തിയപ്പോഴാണ് ഏറാമലയിൽ നിന്ന് ഈ സാധനം ഒഴിവായത്. ഏറാമലയിൽ ഇപ്പം നാടനില്ല. സമാധാനത്തോടുകൂടി ഉറങ്ങണമെന്ന് വിചാരിച്ചപ്പോഴാണ് 2025 കാലഘട്ടത്തിൽ ഏറാമല പഞ്ചായത്തിൽ മാത്രം ഈ ഡിജിറ്റൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് മരിച്ചുപോയ മനുഷ്യജന്മങ്ങളുടെ എണ്ണം 6 ഈ 6 കുട്ടികൾ ആ പള്ളിപ്പറമ്പിൽ ഉറുമ്പരിച്ചും ആദ്യൂരുള്ള ഇടവഴിയിൽ പുഴുവരിച്ചും ചെതളരിച്ചും കിടക്കുന്ന 6 മക്കളെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് നിങ്ങൾ പോലെ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരൊന്നും പഠിക്കാത്ത കുട്ടികളായിരുന്നില്ല. ഇവരൊക്കെ A+ കിട്ടി എൻജിനീയറിങ്ങും മെഡിക്കൽ എൻട്രൻസും ഒക്കെ ജയിച്ചു വന്ന നല്ല മിടുമിടുക്കരായ കുട്ടികളായിരുന്നു. അവിടെയാണ് ഈ ലഹരിയുടെ ഭീകരത എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടാത്തതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഞാനൊരു പോലീസുകാരനാണ്, 22 കൊല്ലമായി പോലീസിലാണ്. നമ്മൾ മുമ്പേ സംസാരിച്ച CI സാർ എത്രയോ എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ്. നമുക്ക് നിങ്ങളെ കാണുമ്പോഴുള്ള ടെൻഷൻ എന്താ അറിയോ? നിങ്ങളുടെ വീട്ടിലൊരു അഫാനുണ്ടോ എന്നുള്ള സംശയം എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. ഏതോ ഒരു വീട്ടിൽ സുബൈദയെ പോലെ പാവപ്പെട്ട ഒരു അമ്മ, മകന് വേണ്ടി ജീവിക്കുന്ന ഒരു അമ്മ കൊല ചെയ്യപ്പെടുമോ എന്നുള്ള ഭയമുണ്ട് എനിക്ക്. എൻ്റെ സ്റ്റേഷനിൽ നടക്കുന്ന ഏത് സംഗതിയും എൻ്റെ വീട്ടിലേക്കും എൻ്റെ നാട്ടിലേക്കും വരുമെന്ന ആശങ്കയോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷനും കാണുന്നില്ല. നിങ്ങൾക്കിപ്പം ടെൻഷൻ എന്താ അറിയോ? ഈ പാട്ടപ്പാ തുടങ്ങുകയെന്നില്ല. അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കഞ്ചാവിൻ്റെ വിഷയമോ ഒരു ലഹരിൻ്റെ വിഷയമോ നിങ്ങളെ മുഖത്ത് ഞാൻ കാണുന്നില്ല. പക്ഷെ എനിക്ക് വിഷമമുണ്ട്. ഈ നാദാപുരത്ത് ഞാനിപ്പോൾ ഈ നാദാപുരമാണ്. ഞാൻ വടകരയിൽ നിന്ന് നാദാപുരത്തേക്ക് വന്നപ്പോൾ ഈ നാദാപുരത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ സംയമനത്തോടുകൂടി ജീവിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. പക്ഷേ ഈ നാടിനെക്കുറിച്ച് എൻ്റെ സ്റ്റേഷനിൽ കാണുന്ന സംഭവങ്ങൾ ഭീകരമാണ്. കഴിഞ്ഞ ദിവസം നമുക്ക് നാദാപുരം പോലീസ് സ്റ്റേഷനിൽ ഒരാഴ്ച മുമ്പേ ആ കുറ്റ്യാടി LP സ്കൂളിൻ്റെ മുമ്പിൽ നിന്ന് കിട്ടിയ മുട്ടായിയുടെ പേര് കഞ്ചാവ് മുട്ടായി എന്നായിരുന്നു. ഒരു ചങ്ങാതിയുടെ കയ്യിൽ നിന്ന് 490 കഞ്ചാവ് മുട്ടായിയാണ് പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്നത് അവിടെ. അപ്പോൾ ഈ നാട്ടിലെ സ്കൂളിൻ്റെ പരിസരത്ത് കഞ്ചാവ് മുട്ടായി വളരെ യഥേഷ്ടം വിൽക്കാൻ കഴിയുന്ന ഒരു നാടായിട്ട് നമ്മളെ നാട് മാറുന്നത് ഒരൊറ്റ മനുഷ്യന് മനസ്സിലാക്കില്ല കഞ്ചാവ് മുട്ടായിയാണ്. നമ്മൾ ഒളിഞ്ഞു നോക്കുമ്പോൾ സ്ഥിതി എന്താ പറയുക? കുട്ടി മാത്രമൊന്നുമല്ല ഇത് തിന്നുന്നത്, അമ്മയും ഉമ്മയെല്ലാം തിന്നുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടി തന്നെയാണ് ഈ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുന്നത്. ഞങ്ങൾ ചോദിച്ചാൽ എന്തിനാണ് കുട്ടി 5 മുട്ടായി എന്ന് വെച്ചപ്പം ചെക്കൻ പറഞ്ഞതെന്നറിയോ? അമ്മ പറഞ്ഞത് തീർന്നുപോയാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് വാങ്ങി സ്റ്റോക്ക് ചെയ്യണമെന്ന്. അപ്പം മക്കൾ തിന്നുന്നത് കഞ്ചാവ് മുട്ടായി എന്ന് മനസ്സിലാക്കാത്ത രക്ഷാകർത്താക്കളുടെ അടുത്ത് എങ്ങനെയാണ് നമ്മൾ നാട് നന്നാവും? അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഈ നാടിനോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ 2023 ഡിസംബർ 31 ലഹരിക്കെതിരെയുള്ളൊരു കണക്ക് അവതരിപ്പിച്ചിരുന്നു. ആ കണക്ക് കേട്ടിരുന്ന ഒരു രക്ഷാകർത്താക്കൾക്കും നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ വീട്ടിലേക്ക് വെച്ച് ഇവിടത്തേക്ക് വരാൻ മനസ്സുണ്ടാവുമായിരുന്നില്ല. ഒരു മനുഷ്യനും നിങ്ങളെ മക്കളെ വീട്ടിൽ ഒറ്റക്കിരുത്താനുള്ള ചങ്കൂറ്റങ്ങൾക്ക് ഉണ്ടാവില്ലായിരുന്നു.
ആ കണക്കും യാഥാർത്ഥ്യവും നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ കള്ളിനും കഞ്ചാവിനെ കുറിച്ചിട്ടൊന്നും ക്ലാസ് എടുത്തിട്ടൊന്നും കാര്യമില്ല. കള്ളും കഞ്ചാവെല്ലാം ഭൂമി ഉണ്ടാകുന്ന നേരത്തെ ഇവിടെ ഉണ്ട്. പക്ഷേ അതൊന്നും ഉപയോഗിക്കാതെ നെഞ്ചു വിരിഞ്ഞ് തലയുയർത്തി പിടിച്ച കുറേ മനുഷ്യന്മാരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അങ്ങനെ നെഞ്ചു വിരിച്ചിരിക്കുന്ന മനുഷ്യന്മാരുടെ നടുവിലാണ് കൊറോണ എന്ന് പറയുന്ന കാലഘട്ടത്തിന് മുമ്പേ ലഹരിയുടെ ഉപയോഗത്തിൽ 6ാം സ്ഥാനത്തായിരുന്ന കേരളം 2025 കേരള ഇന്ത്യയിലെ കുടിയൻ സംസ്ഥാനം എന്നറിയപ്പെടുന്ന സിക്കിമിനെയും പഞ്ചാബിനെയും തോപ്പിച്ചുകൊണ്ട് നമ്മൾ ഓലോട് കടപിടിക്കാനായി എന്നുള്ള നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല അഭിമാനം. അതായത് നമ്മളെല്ലാം നല്ല ആരാന്നാ പറയുന്നത്, പഞ്ചാബിനേക്കാൾ കേമന്മാരായി പോലും. നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? എന്തുകൊണ്ടാണ് കേരളം 6 കൊല്ലം മുമ്പുള്ള കേരളം എന്തുകൊണ്ടാണ് ഈ ഉന്നതിയിലേക്ക് ലഹരിയുടെ കാര്യത്തിൽ കടന്നു പോകുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഇവിടെ വിജയിക്കാത്തത്. ഈ കണക്ക് പ്രകാരം കേരളത്തിൽ നിങ്ങളിപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്നതെല്ലാം പല പ്രായത്തിലുള്ള ആളുകളുണ്ട്. ജനസംഖ്യ എന്ന് പറയുക ഏതു പ്രായത്തിൽ ജനിച്ച കുട്ടി മുതൽ മരിക്കാൻ പോകുന്നവരുള്ള ആളുകളെ നമ്മൾ ജനസംഖ്യ എന്ന് പറയാം. കേരളത്തിൽ വിറ്റ മദ്യത്തെ ഇവിടുത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ ഒരാൾ കുടിച്ച മദ്യത്തിൻ്റെ അളവ് കിട്ടി. അപ്പോൾ നിങ്ങളെ മുഖത്തെല്ലാം സമാധാനമുണ്ട്. കാരണം ഞാൻ അതിൽ പെടൂലല്ലോ. ഈ കുട്ടികൾ വിചാരിക്കുന്നത് ഞാൻ കുടിക്കുന്നേ ഇല്ലല്ലോ. പക്ഷെ അതല്ല കണക്ക്. കേരളത്തിൽ വിറ്റ മദ്യത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ ഒരാൾ കുടിച്ച മദ്യത്തിൻ്റെ അളവെത്രയാണെന്ന് അറിയുമ്പോൾ 4.7 ലിറ്റർ മദ്യമാണ്. അതായത് സാറേ നിങ്ങൾ 4.7 ലിറ്റർ കുടിക്കുന്നുണ്ട് എന്നാണ് ഗവൺമെൻറ്റിൻ്റെ കണക്ക്. സാർ കുടിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ 9.4 നിങ്ങൾ കുടിക്കണം. നിങ്ങൾ കുടിക്കുന്നില്ല എങ്കിൽ നാസർക്ക കുടിക്കണം ബാക്കി മുഴുവൻ. ഓറും കുടിക്കുന്നില്ല എന്ന് പറയണ്ടേ ഞാൻ കുടിച്ച് വറ്റിക്കണം. ആരോ കുടിക്കുന്നുണ്ട് മോളെ, എൻ്റെ പേരിൽ ആരോ കുടിക്കുന്നുണ്ട്. ഇവിടുത്തെ കണക്ക് പ്രകാരം 4.7 ലിറ്റർ ഇനി കുടിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആരാ കുടിക്കുന്നത്? അവിടെയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. പക്ഷെ അപ്പോൾ നിങ്ങളൊന്നും കുടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 6 കൊല്ലം മുമ്പുള്ള മനുഷ്യന്മാർ തന്നെയാണല്ലോ നിങ്ങൾ ഇപ്പോഴും. 6 കൊല്ലം മുമ്പ് ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമല്ലേ ഇപ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ എങ്ങനെ ഇത് കേരളം 1ാം സ്ഥാനത്തേക്ക് വരണമെങ്കിൽ ആരാണ് ഇത് ഉപയോഗിച്ചത് എന്നുള്ള ചർച്ച എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷാകർത്താക്കളുടെ തലച്ചോറിലേക്ക് കുത്തിക്കയറണം. അതിന് കേരളത്തിൻ്റെ 2ാമത്തെ കണക്കുകൾ മനസ്സിലാക്കണം. കേരളത്തിൽ ലഹരി വസ്തു ഉപയോഗിക്കുന്ന മനുഷ്യൻ്റെ ഏറ്റവും ചെറിയ പ്രായം 12 വയസ്സാണ്. 12 വയസ്സുള്ള കുട്ടി ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങളെ വീടുകളിൽ ആരെങ്കിലും കള്ളു കുടിക്കുന്നുണ്ടോ, കഞ്ചാവ് വലിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ വീട്ടിലെ 10ാം ക്ലാസ്സുകാരനെ അവരോട് അങ്ങനെ ഒരു ചിന്ത നിങ്ങളെ മനസ്സിലുണ്ടായിട്ടുണ്ടോ? നിങ്ങളെ വീട്ടിലെ 10ാം ക്ലാസ്സിൽ ചെക്കൻ കള്ളു കുടിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഈ കേരളത്തിൻ്റെ മണ്ണിൽ ഒരു മകൻ തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ച അമ്മേനെയും ഉമ്മേനെയും ഉപ്പേനെയും ഉപ്പാപ്പേനെയും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ മകൻ തെറ്റ് ചെയ്യില്ല എന്ന് വല്ലാത്ത വിശ്വാസമുള്ള മനുഷ്യന്മാരാണ് അവിടെ ജീവിക്കുന്നത്. നമ്മളത് ദിവസം കാണുവാണ്. ഓരോ അമ്മയും ഓരോ ഉമ്മയും പോലീസ് സ്റ്റേഷനിൽ വന്ന് കളിക്കുന്ന കളി കാണണം. എൻ്റെ വീട്ടിൽ ആനേൻ്റെ കഥയും എൻ്റെ വീട്ടിലുള്ള മൂരീൻ്റെ കഥയും എൻ്റെ വീട്ടിലുള്ള പശുക്കളെ കഥയൊന്നും പോലീസിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ മക്കളിൽ നിന്ന് എന്ത് കിട്ടിയെന്നുള്ളതാണ്. ഷഹബാസിൻ്റെ തല അടിച്ചു പൊളിച്ചപ്പോഴും അവിടെയും 2 പക്ഷമായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഷഹബാസിനെയാണ് ഒന്നിച്ച് ബെഞ്ചുമിലിരിക്കുന്ന മനുഷ്യന്മാർ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നിട്ട് അടിച്ചു കൊന്നത്. നമ്മളെ കേരളത്തിൻ്റെ മണ്ണിലാ. പക്ഷെ ഈ നാട് എനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഈ ഷഹബാസ് മരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ നാട്ടിലെ സ്കൂളിൽ 10ാം ക്ലാസ്സും +1കാരും അടികൂടി ഒരു അടിവുണ്ട്. ആ അടിയിൽ ഒരു ചെക്കൻ്റെ കാല് 6 കഷ്ണമായിട്ടാണ് മുറിഞ്ഞു പോയത്. മറന്നുകൊണ്ടാ അറിയോ നിങ്ങൾ? എൻ്റെ നാട്ടിലെ ഒരു സ്കൂളിൽ 10ാം ക്ലാസ്സും 9ാം ക്ലാസ്സും തമ്മിലുള്ള അടി കൂടുമ്പോൾ ഹെഡ്മാഷ് പോയിട്ട് പിടിച്ച് വെച്ച് ഹെഡ്മാഷ കൈ അടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞു പിള്ളേർ. ഇതൊന്നും എവിടെയും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നല്ല. അപ്പോൾ എനിക്ക് ഈ ഷഹബാസുമാർ നിങ്ങളെ വീടുകളിൽ ഉണ്ടാവാതിരിക്കാൻ, ഷഹബാസിനെ തല്ലിയ മനുഷ്യന്മാരെ പോലെ ഒന്നിച്ചു പഠിക്കുന്ന മനുഷ്യന്മാർ വീട്ടിൽ ഉണ്ടാവാതിരിക്കാൻ, സ്വന്തം അമ്മയെ കൊല്ലുന്ന മക്കൾ ഉണ്ടാവാതിരിക്കാൻ ജാഗ്രതയോടുകൂടി പെരുമാറേണ്ടുന്ന കാലഘട്ടം കഴിഞ്ഞു. അതോ അവിടെയാ വിഷയം. ഈ 12 വയസ്സുകാരൻ കള്ളുപിടിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഈ നാട്ടിൽ 9ാം ക്ലാസ്സും 8ാം ക്ലാസ്സും കൂടി ഡിസംബർ മാസം 4 ബസ്സിൽ ഊട്ടിയിലേക്ക് പോയിരുന്നു ടൂറ്. നിങ്ങളറിയോ ഊട്ടിയിലേക്ക് പോയത്? ആ പോലീസുകാർ ആ വണ്ടി തടഞ്ഞു നിർത്തി വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും 4 ബസ്സുകളിലായി ടൂർ പോകുന്ന ബസ്സിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത് 40 കുപ്പി മദ്യമാണ്.
നിങ്ങളിങ്ങനെ ഇവിടെ പരിപാടിക്ക് ഇങ്ങനെ വന്നു ഉത്തിരിഞ്ഞോളി, പിള്ളേർ കള്ളെല്ലാം കുടിച്ച് ടൂറെല്ലാം പോവാ. മനസ്സിലായില്ലേ നിങ്ങൾ? 8ാം ക്ലാസ്സിലെ കുട്ടി കള്ള് കുടിക്കുന്ന നാടായി കേരളം മാറിയിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ല, നമ്മളത് കാണുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഭീകരമായി കണ്ടത് 6ാം ക്ലാസ്സിലെ കുട്ടി വടകര സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് ഓടിപ്പോകുമ്പോൾ ഓടുന്ന ഓട്ടത്തിൽ ബാഗിങ്ങനെ കുലുങ്ങി ബാഗിൻ്റെ ക്ലിപ്പങ്ങ് തുറന്നുപോയി. ക്ലിപ്പ് തുറന്നപ്പോൾ ബാഗിൽ നിന്നൊരു പൊതി പോലീസുകാരൻ്റെ മുമ്പിലേക്ക് വീണ്. പോലീസുകാരൻ വിചാരിച്ചത് ചോറാറ്റാന്ന് വിചാരിച്ചിട്ട് കുട്ടീൻ്റെ ബാഗിൽ നിന്ന് വീണ പൊതിയെടുത്ത് കുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ ആ കുട്ടിയുടെ കൈ തട്ടിയിട്ട് പൊതി വീണ്ടും പൊട്ടിപ്പോയി, കല്ലുമ്മൽ വീണ് പൊട്ടിപ്പോയി. ആ കല്ലിൽ വീണ് പൊട്ടിയ സാധനം, ബാഗിൽ നിന്ന് പുറത്തേക്ക് വീണ സാധനം കണ്ടിട്ട് ഞെട്ടിയത് കുട്ടിയല്ല, കുട്ടിക്കൊരു ഞെട്ടലും ഇല്ല, ഞെട്ടിയത് പോലീസുകാരനാണ്. നമ്മുടെ നാട്ടിലുള്ള 6ാം ക്ലാസ്സിലെ കുട്ടിയുടെ ബാഗിൽ നിന്ന് പോലീസിന് കിട്ടിയത് 2.25 കിലോ കഞ്ചാവാണ്. മറന്നുകൊണ്ട. കുറ്റാട്ടിയുള്ള 12 വയസ്സുകാരി MDMA ഉപയോഗിച്ച് നശിച്ച് പണ്ടാരടങ്ങി സന്ധ്യയാവുമ്പോൾ ഉടുതുണിയില്ലാതെ റോഡുമ്മിലൂടെ തലങ്ങും വിലങ്ങും ഓടി നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല, നമ്മൾ കണ്ടതാണ്. നിങ്ങൾ നാദാപുരത്ത് നിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പേ ഒരു 330 ഗ്രാം MDMA 330 ഗ്രാം MDMA എന്നാണ് 1.25 കോടി റുപ്യ വിലയുണ്ടായിന്. ആ ചങ്ങാതിയുടെ കയ്യിൽ നിന്ന് പിടിച്ചപ്പോൾ ആ ചങ്ങാതി നമ്മുടെ മുഖത്തേക്ക് ഓർമ്മ വന്നൊരു രംഗമുണ്ട്. പോലീസ് എപ്പോഴും കൈ കാണിക്കുമ്പോൾ ഈ സുന്ദരനായ ചെക്കൻ വണ്ടി നിർത്തൂല, വണ്ടി കുറച്ചും കൂടി അപ്പുറത്ത് കൊണ്ടുപോയിട്ട് നിർത്തിയിട്ട് ഇവൻ്റെ ഒരു വരവുണ്ട്. പോലീസേ, നിങ്ങൾ കൈ കാണിച്ചിനേനാ? എനിക്കൊരു സംശയം. പീഡിയക്കാരൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇവൻ്റെ ഭവ്യതയും ഭാവവും പെരുമാറ്റവും അവൻ്റെ പേപ്പർ കാണിക്കലെല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇങ്ങനത്തെ ചങ്ങായി തന്നെ വേണം വിടാം. പോലീസിന് ഇത്രയേറെ മര്യാദ കൊടുക്കുന്ന, ഇത്ര കൃത്യമായി പിഴയടക്കുന്ന ചങ്ങാതിയെ കണ്ടപ്പോൾ നമുക്കെല്ലാം സന്തോഷം. അവനെ കാണുമ്പോൾ അവനോട് അടിയൊന്നും കൂടണ്ട. ഹെൽമെറ്റ് ഇടാത്തത് തെറ്റാണെന്ന് എനിക്കറിയാം പോലീസേ. അവൻ പറഞ്ഞ വർത്താനാ. പേപ്പറിൽ എനിക്ക് വേണമെന്നുണ്ട് പോലീസ്, പക്ഷെ നിങ്ങൾ കൈ കാണിച്ചാൽ കണ്ടിട്ടില്ല. ആ ചങ്ങായിനെയാണ് 330 ഗ്രാം MDMA ആയിട്ട് പിടിച്ചത്. അപ്പോൾ അവൻ്റെ തന്ത്രം നോക്ക്. പോലീസിൻ്റെ മനസ്സുകളിൽ ഇങ്ങനെ കയറിപ്പറ്റി. എന്തിനാവും വണ്ടി നിർത്താതെ പോലീസ് കൈ കാണിക്കുമ്പോൾ? അവൻ്റെ കയ്യിൽ ഈ സാധനമുണ്ട്. ഇതേ രീതിയിലാണ് താമരശ്ശേരി പോലീസ് കൈ കാണിച്ചപ്പോൾ പ്ലസ് 1 പഠിക്കുന്ന ചെക്കൻ പോലീസിനെ വെട്ടിച്ചുകൊണ്ട് ബൈക്ക് ഭയങ്കരമാണല്ലോ, ബൈക്ക് കടകടകടാന്നാക്കുമ്പോൾ അവൻ്റെ കീശയിൽ ഈ സാധനം അങ്ങ് വീണു റോഡുമ്പിലേക്ക്. പോലീസ് ഓടി വന്ന് സാധനം എടുക്കുമ്പോഴേക്കും അവൻ എന്ത് ചെയ്യുന്നു? 1 ഗ്രാം സാധനം കവറ് പൊട്ടിച്ചൊരൊറ്റ തിന്നൽ വായിൻ്റെ ഉള്ളിലേക്ക്. 5ാമത്തെ മിനിറ്റിൽ പോലീസ് കണ്ടെന്നറിയോ? പാമ്പ് പടക്കുന്നത് പോലെ പടച്ച് മരിക്കുക പോലീസിൻ്റെ മുമ്പിൽ നിന്ന് ആ ചെക്കൻ. ആ 1 ഗ്രാം MDMA വയറ്റിലേക്ക് പോയപ്പോൾ ഒരു ചെക്കൻ പടക്കൽ നിങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങളെ മക്കളുടെ വായിലേക്ക് ഇത് പോകുന്നുണ്ടോ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ ഇതുവരെ? 4 വയസ്സുകാരൻ്റെ വയറ്റിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം MDMA കണ്ടെത്തിയത്. ഇപ്പം നാട് ഭീകരമായ അവസ്ഥയിലാണ്. നമ്മൾ ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ ഒരു 35 വയസ്സിന് മേലുള്ളവർ ഇങ്ങനെ കൂടുമ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളെ വീട്ടിലുള്ള, എനിക്കിവിടെ കുറച്ച് കുട്ടികളെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി. ഞാൻ വിചാരിച്ചു ഈ നാട് നന്നായി പോയി. നോക്കുമ്പോൾ അവാർഡ് വാങ്ങാൻ വന്നാന്ന് ഇരുന്നത്. ഞാൻ വിചാരിച്ച് ലഹരിക്കെതിരെ പോരാട്ടത്തിന് വന്നതാന്നാ. പക്ഷെ എന്നാലും നിങ്ങളൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ ഉണ്ടാവും 35 വയസ്സിന് മേലെയുള്ള നാട്ടിലെ കച്ചരമൊന്നും ഇല്ലാത്ത തങ്കപ്പെട്ട മനുഷ്യന്മാർ. അവർക്ക് കള്ള് കണ്ടാലും മനസ്സിലാവില്ല, സിഗരറ്റ് കണ്ടാലും മനസ്സിലാവില്ല. ഇനി MDMA കണ്ടാൽ പാവം എടുത്തും കൊടുക്കും. ഐറ്റകൾ നിങ്ങളെടുത്തുനിന്ന് വീണതായത് കുടിച്ചോളി. പിന്നെ എങ്ങനെ ഈ നാട് തന്നാൽ? അതുകൊണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടുന്ന ഒറ്റ കാര്യം മാത്രമേ. നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ വിശ്വാസത്തിൽ വല്ലാത്ത വിശ്വാസമാണ്, ശരിയല്ലേ? നിങ്ങളെ മക്കൾ ഒരുത്തൻ്റെ ബൈക്കിൻ്റെ പുറകെ പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 8ാം ക്ലാസ്സിലെ കുട്ടി ബൈക്കിൻ്റെ പുറകെ പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങളെ കുട്ടി കഞ്ചാവ് വലിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങളെ കുട്ടി ഒരുത്തനെ അടിച്ച് കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആ വിശ്വാസമില്ലായ്മയാണ് ഇവിടുത്തെ വിഷയം. ഈ 8ാം ക്ലാസ്സിലെ 6ാം ക്ലാസ്സിലെ കുട്ടിയുടെ ബാഗിൽ നിന്ന് കഞ്ചാവ് വീണപ്പോൾ ഈ പോലീസിൻ്റെ പുതിയ നിയമപ്രകാരം രക്ഷകർത്താവിനെ വിളിക്കണം പോലും. അങ്ങനെ ഇതിൻ്റെ അമ്മേനെ വിളിപ്പിച്ചു. അമ്മേൻ്റെ ഒരു വരവുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക്. അങ്ങന്നേ ഒരു ഭദ്രകാളീനെ പോലെ. ഞങ്ങൾ വിചാരിച്ചു ഇത്രയും തങ്കപ്പെട്ട ഒരു അമ്മ മോളെ ഇപ്പം കൊല്ലും അമ്മ എന്നാണ് വിചാരിച്ചത്. ഈ അമ്മ പോലീസിനോട് പറഞ്ഞതറിയോ? പോലീസേ, എൻ്റെ മോക്ക് കഞ്ചാവ് വിറ്റ് ജീവിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പുയ്യാപ്പിള കെട്ടിയോൻ 1.5 ലക്ഷം റുപ്യ ഗൾഫിൽ പണിക്ക് ഒരു ശമ്പളം ഉണ്ട്. പിന്നെ എന്തിനാണ് എൻ്റെ മകൾക്ക് കഞ്ചാവ് വിൽക്കേണ്ട ആവശ്യം? എൻ്റെ വീട്ടിൽ പണ്ട് ആന ഉണ്ടേനു, അറിയോ പോലീസ്?
ഞാൻ ചോദിച്ചു നിങ്ങളവിടെ ആനയുള്ളതന്നെ അതും കഞ്ചാവും തമ്മിൽ എന്താ ബന്ധം? ആ അമ്മ ഇങ്ങനെ പൊട്ടിത്തെറിക്കുക, പോലീസ് ഇഞ്ഞി കള്ളനാണ്, എൻ്റെ കുടുംബത്തിൻ്റെ അഭിമാനം നഷ്ടപ്പെടുത്താൻ വേണ്ടി പോലീസ് കള്ളക്കഥ മെനിയാന്നാണ് പറയുന്നത്. അവസാനം നമുക്കിത് കേട്ട് കേട്ട് ശീലമാണ്, നമുക്കിത് നല്ല രസാട്ടോ. നിങ്ങൾ പോലീസ് സ്റ്റേഷനിലും വരണം ഒരു ഇടക്കല്ലോ, ഒരു 2 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നായില്ലേ ഈ മനുഷ്യന്മാരെല്ലാം തച്ചുങ്ങൾ കൊന്നാളി. ഞാൾ കൊല്ലൂല. കാരണം എന്താ അറിയോ, ഈ അമ്മമാർ വരുമ്പോൾ നമുക്കറിയാം ഇപ്പം ഇങ്ങനെയാണ് പറയുക. കാരണം അതിനൊരു പ്രത്യേകത ഉണ്ട്. അതാണ് ലഹരിക്കെതിരെ അല്ല പോരാട്ടം നടത്തേണ്ടത്. നിങ്ങളെ മക്കളെ നിങ്ങൾ ഒരിക്കലും സംശയിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അതിന് നിങ്ങൾ മനുഷ്യന്മാരാവണം. നിങ്ങൾ മനുഷ്യന്മാരാണോ? യെസ് ഓർ നോ? നിങ്ങൾ മുണ്ടൊന്നുമില്ല. നിങ്ങളെ കാണുമ്പോൾ ഞാൻ കഞ്ചാവാറ്റം വിൽക്കുവാൻ വന്നൊരുത്തെ, നിങ്ങളെല്ലാം തങ്കപ്പെട്ട മനുഷ്യന്മാർ. അത് ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, ചോദിച്ച ചോദ്യത്തിനുള്ള ഇടക്കലൊന്ന് ഉത്തരം പറയണം. ഞാൻ ഇപ്പം ചോദിച്ചത് നിങ്ങൾ മനുഷ്യന്മാരാണോ എന്നാ. നിങ്ങൾ മനുഷ്യന്മാരാണോ? യെസ്. കണ്ടാ, നിങ്ങൾ നന്നാവും കേട്ടാ, പറഞ്ഞു തന്നാലേ നന്നാവും. ഇപ്പം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താ? നിങ്ങൾ കോഴി മുട്ട വിരിയുന്ന കണ്ടിട്ടുണ്ടാ? കണ്ടില്ല. പശു പ്രസവിക്കുന്ന കണ്ടിനാ? നിങ്ങളിപ്പോൾ എന്നാ കണ്ടത്? അപ്പം കോഴിമുട്ട വിരിയുന്നതും പശു പ്രസവിക്കുന്നതൊക്കെ നിങ്ങളൊന്ന് കാണണം. ഈ പശു പ്രസവിച്ചത് അല്ല, പശു പ്രസവിക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് പറയാം. പശു പ്രസവിച്ച ഉടനെ അതിന് ബേബി മെമ്മോറിയൽ ഒന്നുമല്ല കേട്ടോ പശു പ്രസവിക്കുക. പശു ആ ആലയിൽ തന്നെയാണ് പ്രസവിക്കുക. ഇനി അണ്ണാൻ ഗർഭമായാൽ അപ്പാട് മരക്കുറ്റി പോലും ഒന്നും അണ്ണാൻ കുത്തിരിക്കില്ല. അണ്ണാൻ അതിലൂടെയാണോ പറക്കുന്നത് അതിലൂടെ തന്നെയാണ് അണ്ണാൻ പറക്കുക. ഈ മനുഷ്യന്മാർ മാത്രമാണ് ഗർഭമാകുമ്പോൾ ഒരു തദാസ്തു എന്ന് പറഞ്ഞൊരു ഇരുത്തുണ്ട്. നല്ല രസമാട്ടോ. എൻ്റെ ഭാര്യയിലിരുന്ന ഈ ഇരുത്തം കാണണങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മനുഷ്യൻ എന്ന് പറയുന്ന സങ്കല്പത്തിന് എന്തൊക്കെയോ ഒരു ചെറിയ ചെറിയ തകരാറുകളൊക്കെ പറ്റിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ മനുഷ്യനാണെന്ന് എനിക്ക് വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യൻ്റെ എല്ലാ ലക്ഷണവും കാണണം. ഞാൻ ചോദിച്ച ചോദ്യം എന്നോട് മറന്നുപോയി. എന്താണ് ഞാൻ ചോദിച്ചത്? നിങ്ങൾ മനുഷ്യനാണോ എന്നാണ് ചോദിച്ചത് അല്ലേ? മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയോ? മനുഷ്യന്മാർക്ക് മക്കളെ ഭയങ്കര കാര്യമായിരിക്കും. പക്ഷെ അതിനെ എങ്ങനെയാ പോറ്റേണ്ടതെന്ന് ഇതുവരെ ഇവിടുത്തെ അമ്മക്കും അച്ഛനും, നിങ്ങൾ കല്ലിക്കണ്ടി ഇവിടുത്തെ അല്ല കേട്ടോ, ഞാൻ എൻ്റെ അവിടെ നിങ്ങൾക്ക് നല്ലോണം അറിയാമെന്ന് എനിക്കറിയാം. എൻ്റെ ഭാര്യക്കും എനക്കും ഇതുവരെ എൻ്റെ കുട്ടീനെ പോറ്റേണ്ട എങ്ങനെയാണെന്ന് തിരിഞ്ഞിട്ടില്ല. എങ്ങനെയല്ലോ അങ്ങ് പോറ്റുവാണ്. അങ്ങോട്ടുള്ളവൻ എന്താ വാങ്ങുന്നതെന്നാണ് എൻ്റെ ഭാര്യ അടുക്കളേൻ്റെ അടുത്ത് എപ്പോൾ നോക്കുക. ഇപ്പോൾ സ്കൂൾ തുറക്കാനായിരത്തോളം വാതിലിൻ്റെ അടുത്ത് തന്നെയാണ്. ബാഗ് ഏതാണ്? ആ മൗഗ്ലീൻ്റെ ബാഗാണെങ്കിൽ അതിലും വലിയ ഗ്ലീൻ്റെ ബാഗ് ഇവക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ഉദ്ധരിക്കുക. അപ്പം എൻ്റെ ഭാര്യയ്ക്കും എനിക്കും എൻ്റെ മക്കളെ എങ്ങനെ പോറ്റണം എന്ന് കൃത്യമായിട്ട് അറിയില്ല. ഈ ശരിക്കും മക്കളെ പോറ്റുന്നത് എങ്ങനെയെന്ന് അറിയാത്ത രക്ഷാകർത്താക്കളാണ് ഈ നാടിൻ്റെ ശാപം. അതാണ് എൻ്റെ വാദം. ഇപ്പം നിങ്ങൾക്ക് പശുവിനെ നിങ്ങൾ നോക്ക്, പശു പെറ്റ പാട് തന്നെ പശു നിലത്ത് വീഴുമ്പം തന്നെ ആ പശുവിൻ്റെ അമ്മ ഓടി വന്ന് അതിനെ നക്കി 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 എണീപ്പിക്കും. അതിന് എവിടുന്ന കോഴ്സ് കിട്ടിയത്? എവിടുന്ന കേഴ്സ് കിട്ടിയിട്ടുണ്ടോ? ഈ പശുക്കുട്ടിയാണെങ്കിൽ അപ്പം തന്നെ എണീറ്റ് നടന്ന് ബേ 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 എന്നിങ്ങനെ കരയും. അപ്പം തന്നെ പാല് കുടിക്കാൻ വേണ്ടി പശുവിൻ്റെ അടുത്തേക്ക് പോകും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരു കോഴിമുട്ട വിരിയുമ്പം തന്നെ അതിന് ചിറകിങ്ങനെ ഉണ്ടാവും. കൊക്കോ കൊക്കോ എന്ന് പറയും. അത് അന്നേരം തന്നെ പറക്കാൻ തുടങ്ങും. 2 മിനിറ്റ് കൊണ്ട് അത് ശരിക്കും ചെറുങ്ങനെ പറക്കും. പക്ഷെ മനുഷ്യക്കുട്ടിയോ അല്ല. നിങ്ങൾ പ്രസവിച്ച ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ഒന്നും ഓർമ്മയില്ല നിങ്ങൾക്ക്? മനുഷ്യന്മാർ പ്രസവിച്ചപ്പോൾ കുട്ടി എന്താ ചെയ്തത്? A4 ആപ്പിൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പ്രസവിക്കുമ്പോൾ കുട്ടി കരഞ്ഞാൽ മാത്രമാണ് പാരൻസിന് ഒരു സമാധാനം ഉണ്ടാവും. കുട്ടി കരയുമ്പോൾ ഒരു ഉമ്മയ്ക്ക് സന്തോഷമുണ്ടായതും ദുഃഖമുണ്ടായതും എപ്പോഴാണ്? ആദ്യമായും അവസാനമായും കുട്ടി കരഞ്ഞപ്പോൾ അമ്മ സന്തോഷിച്ചത് പ്രസവിക്കുമ്പോഴാണ്. ബാക്കി എപ്പോൾ കുട്ടി കരയുമ്പോഴും പാരൻസിന് സങ്കടമാണ്. ശരിയാണോ തെറ്റാണോ? അപ്പോൾ നിങ്ങളെ കുട്ടി ജനിച്ചു വീഴുമ്പോൾ എന്ത് ചെയ്യണമായിരുന്നു? കുട്ടി കരയണമായിരുന്നു. നിങ്ങളെ കുട്ടി കരഞ്ഞിനാ? ആയതുപോലും ആയിട്ടേ കരഞ്ഞോടാ. നേഴ്സ് കാല് പിടിച്ച് പൊന്തിച്ചിട്ട് കീറി അങ്ങിട്ടോട് നേരത്താണ് അത് കരഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനിച്ചു വീഴുമ്പോൾ കരയാൻ പോലും അറിയാത്ത മനുഷ്യജന്മങ്ങൾ ഞങ്ങളും ഞാനും ഒക്കെ. പക്ഷെ കോഴി അങ്ങനെയല്ല, പശു അങ്ങനെയല്ല, ഒന്നുമല്ല. അത് ജനിക്കുമ്പോൾ തന്നെ സ്വമേധയാ. പക്ഷെ മനുഷ്യനും ഇതും തമ്മിലുള്ള വ്യത്യാസം, കോഴി കൊക്കോ എന്ന് മുട്ട വിരിയുമ്പം പറഞ്ഞ കോഴി തന്നെയാണ് നിങ്ങൾ തച്ചു കൊല്ലുമ്പോഴും കൊക്കോ എന്ന് തന്നെയാണ്. അതിലപ്പുറം ഒരു ഡെവലപ്മെൻ്റ് അതിനില്ല. ശരിയാണോ? പശു എണീറ്റ് നിന്നുമ്പോൾ ബേ എന്ന് പറഞ്ഞ പശു തന്നെയാണ് മരിക്കുമ്പോഴുള്ള പശു. പക്ഷെ നിൽക്കാൻ അറിയാത്ത, കരയാൻ അറിയാത്ത ഒരു മനുഷ്യജന്മത്തിൻ്റെ തലച്ചോറിന്
അനന്തമായ സാധ്യതയാണ്. അവൻ ആരാകണമെന്ന് തീരുമാനിക്കുന്നത് ആ തലച്ചോറിനോട് നല്ലത് ഉപദേശിച്ചു കൊടുക്കുന്ന രക്ഷാകർത്താക്കളാണ്. ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്ന കുട്ടിയുടെ തലച്ചോറിനെ ഡെവലപ്പ് ചെയ്യാൻ സമൂഹത്തിനും അച്ഛനും അമ്മയ്ക്കും കഴിയണം. അതാണ് എൻ്റെ പോയിന്റ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം കുട്ടിയുടെ തലച്ചോറിലേക്ക് കൊണ്ടുവരാൻ അച്ഛനും അമ്മയ്ക്കും കഴിയണം. അതുകൊണ്ട് ഇന്ന് മുതൽ ഈ കുട്ടി നമുക്ക് എന്ത് ചെയ്യണം? നന്നാക്കി എടുക്കണം. നിങ്ങൾ സിനിമ ടാക്കീസിൽ പോക്കുണ്ടോ? സിനിമ ടാക്കീസിൽ ഇതുവരെ പോയിട്ടില്ല? ടി വി കാണാറുണ്ടോ? യെസ്. അതിലൊരു പരസ്യം ഉണ്ടല്ലോ, ശ്വാസകോശം. കേട്ടില്ലേ? ശ്വാസകോശം. വെരി ഗുഡ്. സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു കോസസ് ടു എല്ലാം ഇറ്റേക്ക് അറിയാം. മനസ്സിലായില്ലേ? മദ്യപാന ആരോഗ്യത്തിന്. ഇനി ഞാനെന്നാ പറയേണ്ടത്? കേരളത്തിൽ 12 വയസ്സുകാരനും 10 വയസ്സുകാരനും കുടിച്ചിട്ടാണ് ഇത്രയേറെ നശിക്കുന്നത്. പക്ഷേ ഈ കുട്ടിയൊക്കെ ഇതെല്ലാം അറിയുകയും ചെയ്യാം. മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം, സിഗരറ്റ് വലിച്ചാൽ ചത്തുപോകും. എന്നിട്ട് നിങ്ങളെ നാട്ടിലും വീട്ടിലും ആരും സിഗരറ്റ് വലിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? അച്ഛനും അമ്മയും സിഗരറ്റ് വലിക്കുമ്പോൾ അവർക്ക് ക്യാൻസർ വരുമെന്നുള്ള ബോധമുള്ള ഏതെങ്കിലും മക്കൾക്ക് അച്ഛനും അമ്മയും കള്ളു കുടിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും പ്രൊമോഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷേ എൻ്റെ വാദം എന്നറിയോ? ഇതൊക്കെ പരസ്യത്തിലൂടെ എല്ലാവരുടെ തലച്ചോറിലും ഉണ്ട് എങ്കിലും കേരളത്തിൽ ഒരു മനുഷ്യജന്മത്തിനും മദ്യത്തെയും മയക്കുമരുന്നിനെയും പേടിയില്ല. ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? അതുകൊണ്ട് ഈ പേടി ഉണ്ടാക്കലാണ് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിങ്ങളും ഞാനും ചെയ്യും. ഒറ്റ ഉദാഹരണം കൂടി പറയാം, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഞാനൊരു കാര്യം ചെയ്യാം കുട്ടികളെ. കുട്ടികളെ, ഞാൻ ഇവിടെ കുറച്ച് തീ കൂട്ടിയിടും. ഇനി ഓടി വന്നിട്ട് ഈ തീയിൽ മലന്ന് കിടക്കണം. നീ കിടക്കുവോ? എന്തുകൊണ്ട് കിടക്കില്ല? പറഞ്ഞോ, വേഗം പറഞ്ഞോ. കണ്ടില്ലേ, ഈ കുട്ടി പറയാ, ഓളിവിടെ ഞാൻ തീക്ക് കൂട്ടിയാൽ ആ തീയിലേക്ക് കുട്ടി വരൂല പോലും, പൊള്ളും പോലും, കുട്ടിക്ക് ചത്തുപോകും പോലും. എന്നാ കുട്ടി, എനിക്ക് ഞാനൊരു കമ്പി കഷ്ണം തരാം. ഇനി ഓടിപ്പോയിട്ട് ആ 3 പിൻ പ്ലഗിലേക്ക് ആ കമ്പി ചെരുപ്പ് കഴിച്ചിട്ടിട്ട് പോയി കുത്തണം. വേഗം പോയി കുത്തുവോ? എന്തുകൊണ്ട്? കണ്ടില്ലേ നിങ്ങൾ? ആ കുട്ടി കമ്പി കൊണ്ട് പ്ലഗ് കുത്തൂല പോലും, ഷോക്ക് അടിക്കും പോലും. എന്നാലും കുട്ടി എപ്ലസ് എനിക്ക് ഞാൻ ലേശം എലിവേഷൻ അങ്ങ് തരാം, ഇനി വേഗം തിന്നാട്ടെ. തിന്നുവോ? എന്തുകൊണ്ട് തിന്നൂല? മരിച്ചു. നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ഈ കുട്ടികൾക്ക് നല്ല ബോധമുണ്ട്. ഈ കുട്ടികൾക്ക് സിഗരറ്റ് വലിച്ചാൽ, കള്ളു കുടിച്ചാൽ ക്യാൻസർ വരുമെന്നുള്ള നല്ല ബോധമുണ്ട്. സിഗരറ്റ് വലിച്ചാൽ ചത്തു എന്നുള്ള ബോധമുണ്ട്. ശ്വാസകോശ സ്പോഞ്ച് പോലെയാണ് പോലും ഇങ്ങനെ ലഹരി വസ്തു ഉപയോഗിച്ചാൽ. പക്ഷേ ആ കുട്ടി തീയിലേക്ക് ഒരിക്കൽ പോലും തുള്ളൂല പോലും, തൊടൂല പോലും, എലിവേഷൻ തിന്നൂല പോലും, കമ്പി എടുത്ത് പ്ലഗ് കുത്തൂല. ഏതെങ്കിലും സിനിമ ടാക്കീസിൽ കമ്പീൻ്റെ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരും കമ്പി കൊണ്ട് പ്ലഗിൽ കുത്തരുതെന്ന് ഏതെങ്കിലും ബോർഡുമിൽ എലിവേഷൻ തിന്നരുതെന്നുള്ള പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ബോർഡുമിൽ തീയിൽ മലന്ന് കിടക്കരുത് ഏതെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? പക്ഷേ ആ കുട്ടികൾക്ക് പേടിയുണ്ടല്ലോ. പക്ഷെ കള്ളിനെയും കഞ്ചാവിനെയും ലിപ്സ്റ്റിക്കിനെയും ലേസിനെയും നിങ്ങൾക്ക് പേടിയില്ലല്ലോ. ലേസ് നല്ലോണം തിന്നണം കേട്ടാ, എന്നാൽ മാത്രമാണ് നിങ്ങളെ കുടല് പിരിഞ്ഞിട്ട് റബ്ബറാക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ തിന്നേണ്ട ലിപ്സ്റ്റിക് എന്തായാലും ഇടണം കേട്ടാ, നല്ല രസമാട്ടോ. ചുവപ്പിന് ചുവപ്പ്, പച്ചക്ക് പച്ച, കാപ്പി കളറിന് കാപ്പി കളർ തന്നെ ഇടണം. എവിടെയാണ് നമ്മളെ വിഷയം? ഈ സാധനം ലെഡ് അടങ്ങിയ ഒരു സാധനം. ഇത് ചുണ്ടുമേൽ വരട്ടുമ്പോൾ എന്തായാലും വയറ്റിലേക്ക് പോകുന്നുള്ള ബോധമുള്ള ഒരു മനുഷ്യജന്മത്തിനും ഇത് ചുണ്ടു പുരട്ടി നടക്കാൻ പറ്റില്ല. കാരണം വൃക്കക്ക് തകരാറ് വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സാധനമാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ഇവിടുത്തെ ഒരു വിഷയത്തിനെ മാത്രമല്ല ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഈ കുട്ടികൾക്ക് അതിനൊന്നും പേടിയില്ല, പക്ഷേ തീനെ പേടിയുണ്ട്. എന്തുകൊണ്ട്? അവിടെയാണ് നമ്മളെ വിഷയം. അതെന്തുകൊണ്ടാണെന്നറിയോ? ഈ കുട്ടി 4 വയസ്സാകുമ്പോൾ ഈ കുട്ടി പഠിക്കുന്ന പഠിക്കലെല്ലാം അച്ഛനും അമ്മയും നമ്മളും കാണിച്ചു കൊടുത്തതാ. 4 വയസ്സുള്ള ഈ കുട്ടി ഇതുവരെ ഓളെ അച്ഛൻ തീയിൽ തുള്ളുന്നത് കണ്ടിട്ടില്ല. ഓളെ സ്കൂളെ മാഷ് ഇതുവരെ തീൻ്റെ അടുത്തേക്ക് പോകുന്ന കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? ഓളെ അച്ഛൻ ഇതുവരെ പ്ലഗിലേക്ക് കമ്പി കൊണ്ടുപോയി കുത്തിയിട്ടില്ല. ആരും ഇതുവരെ എലിവേഷൻ തിന്നുന്നത് ഈ കുട്ടികൾ കണ്ടിട്ടില്ല. തീൻ്റെ അടുത്തേക്ക് പോകുമ്പം ബാപ്പയും ഉമ്മയും പറഞ്ഞു അങ്ങോട്ട് പോയാൽ പൊള്ളും, എലിവേഷൻ തിന്നാൽ ചത്തുപോകുമെന്ന് ചെറുപ്പത്തിലെ കണ്ടറിഞ്ഞ കേട്ടറിഞ്ഞ മനസ്സറിഞ്ഞ് ഉള്ളിലേക്ക് തലച്ചോറിലേക്ക് ഈ ഒരു ബോധമുണ്ടാക്കി എടുക്കുവാൻ വീട്ടുകാർക്ക് കഴിഞ്ഞതുകൊണ്ടാണ് തീനെയും എലിവേഷത്തിനെയും കുട്ടിക്ക് പേടി. ലഹരിക്കെതിരെയുള്ള പോരാട്ടം വിജയിക്കണമെങ്കിൽ
ഈ തീയെ കാണുന്നത് പോലെ കള്ളിനെ കാണുവാൻ ഈ കുട്ടിയുടെ തലച്ചോറിന് കഴിയണം. അത് നിങ്ങളും ഞാനും പഠിപ്പിക്കണം. ഒരു ഇലക്ട്രിസിറ്റി പ്ലഗിലേക്ക് കമ്പി കൊണ്ട് കുത്തരുത് എന്നുള്ള ബോധം പോലെ സിഗരറ്റ് വലിച്ചാൽ ചത്തുപോകുമെന്നുള്ള ബോധം ഈ കുട്ടിയുടെ തലച്ചോറിലേക്ക് ചെറുപ്പത്തിൽ കൊണ്ടുവരണം. അത് കൊണ്ടുവരാൻ കഴിയാത്ത എന്തുകൊണ്ടെന്നറിയോ? ഈ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അച്ഛനും ബാപ്പയെല്ലാം സിഗരറ്റ് വലിക്കുന്നത് ഈറ്റകൾ കണ്ടിട്ടുണ്ട്. ഈറ്റകളെ മാഷ് ഇൻ്റർവെല്ലിന് കാട്ടും കുറ്റി പോയി വലിക്കുന്നത് ഈറ്റകൾ കണ്ടിട്ടുണ്ട്. ഇവരുടെ ഏറ്റവും ഇഷ്ട സിനിമാ നായകന്മാർ അമ്പാൻ ഈ സിഗരറ്റ് വലിക്കുന്നത് സിനിമയിൽ ഒരു കണ്ടിട്ടുണ്ട്. മാർക്കോ കള്ളു കുടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇനി പോരാത്തതിനിപ്പം വേടനും കഞ്ചാവ് വലിച്ചിട്ടുണ്ടല്ലോ. അതോടുകൂടി ഈ കേരളത്തിലെ മാധ്യമങ്ങൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന എന്താ? 6 ഗ്രാം കഞ്ചാവല്ലേ വേടം വലിച്ചിട്ടുള്ളൂ, പാവം വേടം വലിച്ചോട്ടെ, വേടം കറുത്തിട്ടല്ലേ എന്ന്. കറുത്തവൻ വലിച്ചാൽ ഒന്നും ആവൂലല്ലോ. പക്ഷെ വേടൻ നല്ലൊരു മനുഷ്യനാട്ടോ. വേടൻ ഈ പോലീസൊക്കെ പിടിച്ചതിന് ശേഷം വേടൻ അവസാനം പറഞ്ഞൊരു പ്രസ്താവന വായിച്ചോ നിങ്ങൾ? എൻ്റെ ചെറുപ്പത്തിൽ എന്നെ വളർത്തുവാൻ എനിക്ക് അച്ഛനും അമ്മയും ഇല്ലായിരുന്നു, എന്നെ നിയന്ത്രിക്കാൻ ആരുമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കള്ളു കുടിച്ചു പോയിട്ടുണ്ട്, ഇതൊക്കെ ഉപയോഗിച്ചു പോയിട്ടുണ്ട്. ഞാൻ തിരുത്താൻ തയ്യാറാണ്. എന്നെ ആരാധിക്കുന്ന ഒരു മനുഷ്യജന്മവും ഇതൊന്നും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ് വേടൻ. പക്ഷെ ഇവിടുത്തെ മീഡിയാസ് വേടം പറഞ്ഞതൊന്നും പറയാതെ വേടം കറുത്തോനായല്ലേ, വെളുത്തോൻ 6 ഗ്രാം കഞ്ചാവ് കഴിച്ചാൽ പ്രശ്നമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇത് വായിക്കുന്ന കുട്ടികൾ പറഞ്ഞോളി, ഈ കുട്ടികൾക്ക് ഈ ലഹരിനെ പേടിയുണ്ടാവില്ല. അത് തന്നെയാണ് ഈ കേരളത്തിലെ സകല പ്രശ്നങ്ങൾക്കും കാരണം. കുട്ടിയോട് പറഞ്ഞു കൊടുക്കുവാൻ, കുട്ടിയെ ശീലിപ്പിക്കാൻ, കുട്ടിയെ നല്ല രീതിയിൽ വളർത്തുവാൻ ആർക്ക് കഴിയുന്നില്ല? പേരൻസിന് കഴിയുന്നില്ല. അല്ലാണ്ട് നമ്മൾ ലഹരിക്കെതിരെ ഇവിടെ മനുഷ്യച്ചങ്ങല തീർത്തത് കൊണ്ടോ എല്ലാവരും മെഴുകുതിരി കത്തിച്ചത് കൊണ്ടോ നിങ്ങളിങ്ങനെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഒരു ക്ലാസ് വെച്ചത് കൊണ്ടൊന്നും ലഹരിയിൽ നിന്ന് മോചനം ഈ നാടിനുണ്ടാവില്ല. ഉണ്ടാവണമെങ്കിൽ ഈ 12 വയസ്സുകാരനെ ഈ ലോകത്ത് നിന്ന് മോചിപ്പിച്ചെടുക്കുവാൻ, ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുൻനിരയിൽ നിർത്തുവാൻ ആരെ നിർത്തണം? മുൻനിരയിൽ ഈ 4 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ നിർത്തണം. അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ 6 വയസ്സുകാരിയുടെ ബാഗിൽ നിന്ന് 2.25 കിലോ കഞ്ചാവ് കിട്ടിയപ്പോൾ അമ്മ പോലീസിനോട് പറഞ്ഞതുപോലെയല്ലേ നിങ്ങൾ പറയേണ്ടത്? 12 വയസ്സുകാരൻ്റെ കീശയിൽ ലഹരി വസ്തുവുണ്ട് എന്ന്, 10ാം ക്ലാസ്സുകാരൻ ഇത് സാധനം ഉപയോഗിക്കുന്നുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട കാലഘട്ടത്തിൽ നിങ്ങളെ വീട്ടിലെ 10 വയസ്സുകാരൻ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ നാട്ടിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാവുന്നത്. എന്തുകൊണ്ടാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാകാത്തത്? ഈ കുട്ടിക്ക് അറിയാലോ കുട്ടീൻ്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് കിട്ടീന്ന്. അമ്മ വന്ന് പറയുന്നത് എന്താ? എൻ്റെ കുട്ടീൻ്റെ കയ്യിൽ ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ? കുട്ടീൻ്റെ മനസ്സിൽ എന്ത് തെറ്റ് ചെയ്താലും എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസമുണ്ട്. കേരളത്തിലെ ലഹരി മാഫിയ എന്തിനാ കുട്ടീൻ്റെ കയ്യിൽ ഈ കഞ്ചാവ് കൊടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിനോ? ഈ സ്ഥലത്ത് നിന്ന് ആ സ്ഥലത്തേക്ക് കഞ്ചാവ് കടത്തുവാൻ പോലീസിൻ്റെ മുന്നിലൂടെ, നിയമ സംവിധാനത്തിൻ്റെ മുന്നിലൂടെ ഈ സാധനം കടത്തുവാൻ ഏറ്റവും നല്ല മാർഗം കുട്ടിയുടെ മനസ്സാണ്, കുട്ടിയുടെ ശരീരമാണ്, കുട്ടിയുടെ ബാഗാണെന്ന് ബോധ്യമുള്ളൊരു ലഹരി മാഫിയ ഇവിടെ ഉണ്ട്. എൻ്റെ കുട്ടിയുടെ ബാഗിൽ കഞ്ചാവ് ഉണ്ടാവില്ല, എൻ്റെ മകൻ കള്ളു കുടിക്കില്ല എന്ന് വിശ്വസിക്കുന്ന രക്ഷാകർത്താവും ഇവിടെ ഉണ്ട്. ഇവരെ പിടിക്കുന്ന പോലീസുകാരനെ മുഴുവൻ 2 പേരും കൂടി അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ നാടെങ്ങനെയാണ് രക്ഷപ്പെടുക? അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾ കഞ്ചാവ് വലിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്നുണ്ട്, അവൻ്റെ കീശയിൽ നിന്ന് മുട്ടായി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളുടെ കീശയിൽ ഇത് കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കാതെ അതുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം പ്രതികരിക്കാൻ കഴിയുന്ന രക്ഷാകർത്താക്കളായി മാറണങ്ങൾ. അതിനൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അത് നിങ്ങളൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ മക്കളെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കാരണം എന്താ അറിയോ? നിങ്ങളെ എല്ലാ മനുഷ്യന്മാർക്കും 2 സ്വഭാവമുണ്ട്. ശരിയാണോ തെറ്റാണോ? ലോകത്തെല്ലാ മനുഷ്യന്മാർക്കും 2 സ്വഭാവമുണ്ട്. സാറേ നിങ്ങൾക്ക് 2 സ്വഭാവമുണ്ട്. ശരിയാണോ തെറ്റാണോ? നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ടോ സാർ? എങ്കിലും നിങ്ങൾക്ക് 3 സ്വഭാവമുണ്ട്. ഈ കുട്ടിയേക്കും 2 സ്വഭാവമുണ്ട്. എനക്കാണേ 3 4 എനിക്ക് എൻ്റെ വീട്ടിലൊരു സ്വഭാവം, നാട്ടിലൊരു സ്വഭാവം, വാട്സപ്പിൽ എൻ്റെ സ്വഭാവം കാണണങ്ങൾ, പോലീസ് സ്റ്റേഷനിൽ വേറൊരു സ്വഭാവം. ഇതേപോലെ എല്ലാവർക്കും ഞാൻ 13 കൊല്ലമായി ഈ സമൂഹത്തോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ 18 വയസ്സ് വരെയുള്ള മക്കളെ നിങ്ങൾ ഒരു തരി വിശ്വസിക്കരുത്. ഓലും നമ്മളെ പറ്റിക്കും. നിങ്ങളെ വീട്ടിൽ കാണുന്ന കുട്ടിയല്ല നിങ്ങളെ സ്കൂളിലെ കുട്ടി.
ആ സ്കൂളിൽ കാണുന്ന കുട്ടിയല്ല റോഡിലൂടെ നടക്കുന്ന കുട്ടി എന്ന് ആദ്യം ബോധ്യമാവേണ്ടത് പാരൻസിനാണ്. ഒറ്റ ഉദാഹരണം കൂടി പറയാം. ഞാനും എൻ്റെ അപ്പുറത്തെ വീട്ടിലെ മുഹമ്മദും 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അരക്ക് തോർത്ത് വെച്ച് കുളിക്കാൻ പോകും എപ്പം കുളത്തിൽ. ആദ്യത്തെ ഒരു ദിവസം ചെറുങ്ങനെ കുളിച്ചിട്ടുള്ളൂ. കാരണം ഇതിവിടെ പിടിച്ചാൽ എങ്ങനെയാണ് അച്ഛൻ്റെ പ്രതികരണം നമുക്കറിയാത്തത് കൊണ്ട് ചെറുതായിട്ടൊരു കാക്കക്കുളി കുളിച്ചിങ്ങ് പോകുന്നു. നോക്കുമ്പോൾ അച്ഛന് ഇത് മനസ്സിലായില്ല, അമ്മക്ക് തീരെ മനസ്സിലായില്ല. പിറ്റേ ദിവസം നാൾ കുറച്ചും കൂടി നീട്ടി കുളി. അന്നും അച്ഛനും അമ്മയും പിടിക്കാത്തപ്പോൾ 3ാമത്തെ ദിവസം മലക്കുത്തം പറഞ്ഞുള്ള കുളി. പിന്നെയും അച്ഛനും അമ്മയും പിടിക്കാത്തതിന് ശേഷം ഞങ്ങൾ കുളത്തിൽ നിങ്ങൾ കയറിയില്ല. ഒരു 7 ദിവസം കഴിഞ്ഞ് തത്തക്കം പോത്തക്കം തന്നെ ഒരു പേടിയുമില്ലാതെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അച്ഛൻ ഇങ്ങനെ കോമരത്തിനെ പോലെ തുള്ളുക. ഞാൻ വെച്ചാൽ അമ്മയായിട്ടുള്ള എന്തോ അടിയെന്നാ. പക്ഷെ ഞാനങ്ങ് കയറിയതും ഇറയത്തുനിന്ന് മട്ടലെടുത്ത് ഒരു 6 അടി നടുപ്പുറത്ത്. 18 വയസ്സ് ഒരു അന്തം വിട്ട ബോധമുള്ള ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനെങ്കിലും അടിക്കുക, ഒരു കുട്ടിയാന്ന് വിചാരിച്ച് അങ്ങോട്ട് അടിക്കുക നിങ്ങളെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ കുളത്തിൽ പോയി കുളിച്ചോടാന്നൊരു ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിനെ ഞാൻ കുളിക്കുന്നത്, കാണാത്ത സാധനത്തിന് നിങ്ങൾ അപ്പാടെ അടിക്കുക. അച്ഛൻ 2 അടിയും കൂടി അടിച്ചിട്ട് എന്നോട് പറഞ്ഞ മറുപടി, ഞാൻ അപ്പോൾ ഈ അടി കിട്ടുമ്പോൾ ഞാനിങ്ങനെ ഓട്ടക്കണ്ണിട്ടിട്ട് നോക്കുമ്പോൾ മുഹമ്മദിന് അപ്പുറത്തൊന്നും കിട്ടുന്നുണ്ട്. അന്നേരത്തെ എനക്കൊരു സമാധാനമായത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ രണ്ടാൾക്കും ഒരേ സമയത്ത് അടി കിട്ടിയപ്പോൾ ഒരു സമാധാനം കിട്ടി. പക്ഷേ അച്ഛൻ 2ാമത്തെ അടി അടിക്കുമ്പോൾ പറഞ്ഞതെന്ന് അറിയോ, എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് നീ കാണണമെന്ന് എനക്കൊരു നിർബന്ധമില്ല. എൻ്റെ കൂട്ടുകാരൻ അന്ത്രു നീ കുളത്തിൽ കുളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എനിക്ക് അന്ത്രുവിനെയാണ് വിശ്വാസം. 2 അടിയും കൂടി ഇങ്ങ് കിട്ടി. അതോടുകൂടി അടി കിട്ടുമ്പോൾ ഞാൻ വിളിച്ചൊരു വിളിയുണ്ട്, എൻ്റെ അന്ത്രൂക്ക വല്ലാത്തൊരാളായിപ്പോയി നിങ്ങൾ വിചാരിച്ച് ഞാൻ പിറ്റേന്ന് കുളിക്കാൻ പോയിട്ടില്ല. പിറ്റേന്ന് ഞാനും പോകുന്നതും പിന്നെയും കുളിക്കുകയും പോയി. പക്ഷെ ആദ്യം അന്ത്രൂക്ക് ഉണ്ടോയെന്ന് നോക്കി. എനിക്കതല്ല, ഈ അടി കിട്ടുമ്പോൾ എൻ്റെ വീട്ടിൽ നടന്നൊരു സംഭവം എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്. ഈ അച്ഛനിങ്ങനെ പൊട്ടിച്ച് തരുമ്പോൾ ഈ ഒച്ച കേട്ടിട്ട് അമ്മ ഏടുന്നോ വന്നിട്ട് അമ്മ പറഞ്ഞൊരു വർത്താനമുണ്ട്, എൻ്റെ മോനെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ അടിക്കുന്നു, നിങ്ങൾക്ക് എന്നെ ദേഷ്യമുണ്ട്, എന്നെ അടിച്ചാൽ പോരെ, ഈ നല്ല തങ്കപ്പെട്ട ചെക്കൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ, എൻ്റെ വയറ്റിൽ 10 മാസം നീന്തിക്കളിച്ച ചെക്കനായത്, എൻ്റെ മോനായിവൻ, ഓനൊന്നും ചെയ്യൂലെന്ന്. ഞാൻ കുളത്ത് കുളിച്ചെന്ന് ആർക്കേ അറിഞ്ഞൂടൂ? ആർക്കറിയാം? എനിക്കറിയാം. അമ്മ വന്നിട്ട് എന്നെ കുറിച്ചിട്ട് ഇങ്ങനെ വാനോളം പുകഴ്ത്തുന്നത് കാണുമ്പോൾ അന്ന് ഞാൻ എൻ്റെ അമ്മേനെ കുറിച്ച് വിചാരിച്ചൊരു വിചാരമുണ്ട്, വെറും പൊട്ടത്തി. കുളത്ത് പോയി കുളിച്ചിട്ട് അച്ഛന് മനസ്സിലായി. പക്ഷെ ഈ പൊട്ടത്തി ഇപ്പവും പറയുന്നെന്താ അറിയോ, ഈ എൻ്റെ തങ്കു കുളിക്കൂല, എൻ്റെ വയറ്റിൽ കുളിച്ചവനാ കളിച്ചവനാന്ന്. അത് തന്നെയാണ് ഈ നാട്ടിലെ മനുഷ്യജന്മങ്ങൾ നശിക്കാൻ കാരണം. അമ്മയ്ക്ക് തിരുത്താൻ കഴിയാത്ത മക്കളാണ് ഇവിടെ നശിച്ചു പോകുന്നത്. ശരിയാണോ തെറ്റാണോ? അതുകൊണ്ട് ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ കുട്ടി ആ ലോകത്തേക്ക് സഞ്ചരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന, അവനെ തിരുത്താൻ മനസ്സ് നൽകുന്ന, നല്ല ചേർത്ത് പിടിക്കാൻ കഴിയുന്ന രക്ഷാകർത്താക്കളായി മാറിയാൽ മാത്രമേ ഈ നാട് ലഹരി വിമുക്ത നാടായിട്ട് മാറുള്ളൂ. അതുകൊണ്ട് നമ്മളെ മക്കൾ എന്ത് ചെയ്യണം? A+ കിട്ടിയോണ്ടെന്ന് നിങ്ങളങ്ങോട്ട് ഇങ്ങനെ അങ്ങ് വിചാരിക്കേണ്ട. അതൊരു തുടക്കം മാത്രം. ഇനിയും ഒട്ടേറെ ജീവിതത്തിൽ പടവുകൾ കയറാനുണ്ട്. ഈ A+ കിട്ടിയ മക്കളെയാണ് ലഹരി മാഫിയ ടാർഗറ്റ് ചെയ്യുന്നതെന്നും കൂടി നിങ്ങളങ്ങ് ഓർമ്മിച്ചോളി. അവിടെ ഈ കുട്ടികൾ അറിയാതെയാണ് ഈ കുട്ടിയുടെ മനസ്സിലേക്ക് ലഹരി. ഇപ്പോൾ കള്ളു കുടിച്ചാൽ മണക്കും, സിഗരറ്റ് വലിച്ചാൽ മണക്കും, ഈ സാധനം ഉപയോഗിച്ചാൽ മണക്കുകയില്ല. ഒരു സംഗതി നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. നിങ്ങളെ വീട്ടിൽ ഈ സാധനം ഉണ്ടെങ്കിൽ 6 മാസം നിങ്ങൾക്ക് മനസ്സിലാവില്ല. 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് കണ്ണ് തുറന്ന് നോക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളോട് വല്ലാണ്ട് ദേഷ്യം പിടിക്കാൻ തുടങ്ങും ഈ മനുഷ്യന്മാർക്ക്. ഒരു 12 മാസം ആകുമ്പോൾ ഈ മനുഷ്യന്മാരോട് സംശയം തോന്നും. വീട്ടിൽ എനിക്കെൻ്റെ ഭാര്യയോടാണ് ഏറ്റവും ഇഷ്ടമെങ്കിൽ ഞാൻ ഭാര്യയോട് ഉടക്കും. 6 മാസം കഴിയുമ്പോൾ. ഒരു 9 മാസം കഴിയുമ്പോൾ ഞാനും ഉള്ളതായിട്ട് അടിയും, എനിക്ക് സംശയം തോന്നുവോളാം. 12 മാസം നമ്മൾക്ക് അവിടെ ഒരു കൊലപാതകമോ എൻ്റെ ആത്മഹത്യയോ നടക്കും. അതാണ് ഈ നാടിൻ്റെ ഭീകരത. കള്ള് കുറേ കുടിച്ചാൽ എന്താ ചെയ്യുക? ഓഫായി പോവുക ചെയ്യുക. പിന്നെ ഓനെ കൊണ്ടൊരു കൊല്ലപ്പാടില്ല. ഈ സാധനം ഉപയോഗിച്ചാൽ ഓഫാവില്ല, ഓണാവുക ചെയ്യുക. അതുകൊണ്ട് രാത്രി പോലീസുകാരന് ഈ നാട്ടിലൂടെ നടക്കുവാൻ പേടിയാണ്. ഒരു മനുഷ്യനെ കണ്ടാൽ അവൻ എങ്ങനെ പെരുമാറുമെന്ന്, അവൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ആർക്ക് കഴിയുന്നില്ല? പോലീസിന് കഴിയുന്നില്ല. അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്കാണെങ്കിൽ ഇതൊട്ട് നിങ്ങൾ കണ്ടിട്ടേ ഇല്ല. അതാണ് നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഇന്നു മുതൽ കണ്ണ് തുറന്ന് നോക്കുക. നിങ്ങളെ വീട്ടിൽ ഇതുണ്ടോ നോക്കണമെങ്കിൽ വളരെ സിമ്പിളാണ്. ഇത് 2 പഞ്ചസാര തരി പോലെ ഉണ്ടാവും, കർപ്പൂരം പോലെ ഉണ്ടാവും, കൽക്കണ്ടം പോലെ ഉണ്ടാവും, ഉപ്പിൻ്റെ കട്ട പോലെ ഉണ്ടാവും.
ഇത് ഉപ്പിൻ്റെ കട്ടയാണോ കൽക്കണ്ടാണോ ഇതാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇത് MDMA പോലുള്ള ഡിജിറ്റൽ ലഹരി തുറന്നു വെച്ചാൽ അലിഞ്ഞു പോകും. പഞ്ചസാര തുറന്നു വെച്ചാൽ അലിഞ്ഞു പോകില്ല. അതുകൊണ്ട് തന്നെ ലേസിൻ്റെ പാക്കറ്റ് പോലെ ഷാംപൂ സാഷ പോലെ എയർ ടൈറ്റ് ബാഗിൻ്റെ ഉള്ളിലാണ് ഇത് ഉണ്ടാവുക. ഇത് മനസ്സിലാക്കാൻ ആർക്ക് കഴിയണം? രക്ഷാകർത്താക്കൾക്ക് കഴിയണം. ഇനി രണ്ടാമത്തെ വിഷയം, ഇനി 2000 മുതൽ 5000 റുപ്യ വരെ വിലയുണ്ട് പോലും. ഒരു ഗ്രാമിന് 2000 മുതൽ 5000 റുപ്യ വരെ വിലയുണ്ട് പോലും. അപ്പോൾ സ്വാഭാവികമായിട്ടും രക്ഷാകർത്താക്കളുടെ മറുചോദ്യം എന്താണെന്നോ പോലീസുകാരനോട്, എൻ്റെ മക്കൾക്ക് ഈ 2000 റുപ്യ ഇടുന്ന പോലീസെ തിന്നുവാൻ തന്നെ പൈസ ഇല്ല എന്ന്. അവിടെയും ലഹരി മാഫിയ വിജയിച്ചത് അവിടെയാ. നിങ്ങളുടെ മക്കൾക്ക് വെള്ളത്തിൽ കലക്കിയും ഈ ജ്യൂസിൽ കലക്കിയും ഐസ്ക്രീമിൽ കൊടുത്തും മുട്ടായ്മ പുരട്ടിയിട്ട് ഇത് കൊടുക്കുന്നത്. നിങ്ങളെ മക്കൾ ജന്മത്തിൽ ഈ സാധനം ഉള്ളിലേക്ക് പോകുന്നത് അറിയുന്നില്ല എന്നുള്ള സത്യം. അതുകൊണ്ട് എനിക്ക് എൻ്റെ മുന്നിലിരിക്കുന്ന മനുഷ്യജന്മങ്ങളോട് പറയാനുള്ളത്, ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം നിങ്ങളെ വീടുകളിൽ തുടങ്ങണം. ഇത് മനസ്സിലാക്കാൻ 2 മന്ത്രമേ ഉള്ളൂ. അതും കൂടി പറഞ്ഞ് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ സാധനം ഉപയോഗിച്ചാൽ 48 മണിക്കൂർ മനുഷ്യൻ ഉറങ്ങൂല. ഇത് മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല. അത് പോലീസിനല്ല കണ്ടുപിടിക്കാൻ പറ്റുക. ആർക്കാ കണ്ടുപിടിക്കാൻ പറ്റുക? വീട്ടിലുള്ള രക്ഷാകർത്താക്കൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. തലശ്ശേരിയിലുള്ള 8ാം ക്ലാസ്സിലെ ചെക്കൻ ആദ്യം ഇത് വെറുതെ കൊടുക്കും, പിന്നീട് ഇത് വയലൻസ് ഉണ്ടാക്കും, പൈസക്ക് വീട്ടിൽ ആവശ്യപ്പെടും. അങ്ങനെ പൈസക്ക് ആവശ്യപ്പെട്ടപ്പോൾ ഈ 8ാം ക്ലാസ്സിലെ ചെക്കൻ ഉമ്മേൻ്റെ മുഖത്ത് കുത്തി കത്തി കൊണ്ട് ഇങ്ങനെ ഈ കവിളം തുളഞ്ഞുപോയി. ആ ഉമ്മയോട് നമ്മൾ ചോദിച്ചു, അല്ലമ്മ നിങ്ങളെ മോന് MDMA ഉപയോഗിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഉമ്മ ചോദിച്ചു, എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുക? ഈ ചെക്കൻ ഉറങ്ങാറുണ്ടോ രാത്രി എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞതെന്നറിയോ? ശരിയാട്ടോ, ഓൻ ഉറക്കം ലേശം കുറവുണ്ട്. ഞാനൊരു ദിവസം അവനോട് ഉറങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ ചെക്കൻ പറഞ്ഞ മറുപടി എന്നറിയോ? എനിക്ക് എത്ര പഠിക്കാനുണ്ടമ്മ, നിങ്ങളിങ്ങനെ ഉറങ്ങുമ്പോൾ പറഞ്ഞാൽ ഞാൻ എപ്പോഴാണ് പഠിക്കുക? നിങ്ങളും എനിക്ക് എതിരാണോ പഠിക്കുന്നതിന്? ഇത് കേട്ടപ്പോൾ ഉമ്മേൻ്റെ മനസ്സങ്ങ് അലിഞ്ഞു പോയി പോലും. ഉമ്മ കട്ടൻ ചായ വെച്ചു കൊടുത്തു പോലും പൊട്ടന്. എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷാകർത്താക്കൾ ഈ നിമിഷം മുതൽ നിങ്ങളെ മക്കൾ 10 മണിക്ക് ഉറങ്ങുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഇനി പഠിക്കാൻ മുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, ഇപ്പം കിടന്ന് ഉറങ്ങിക്കോ, 4 മണിക്ക് എണീറ്റ് പഠിച്ചോ എന്ന്. നമ്മളെ ചങ്ങായിക്ക് 10 മണിക്ക് ഉറങ്ങാനും പറ്റൂല, 4 മണിക്ക് എഴുന്നേൽക്കാനും പറ്റൂല. അതുകൊണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിങ്ങളുടെ മക്കൾ 10 മണിക്ക് വീട്ടിൽ ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക മാത്രമാണ് ഞാൻ കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഞാൻ കണ്ടെത്തിയ മാർഗം. എനിക്ക് നിങ്ങളെ മക്കളെ ഒന്നും പേടിയില്ല എങ്കിലും എനിക്ക് എൻ്റെ 7ാം ക്ലാസ്സിലെ മോളെ പേടിയുണ്ട്, എൻ്റെ 4ാം ക്ലാസ്സിലെ മോനെ പേടിയുണ്ട്, എൻ്റെ ഭാര്യേനെ അതിലേറെ പേടിയുണ്ട്. കാരണം അങ്ങോട്ടല്ല ചങ്ങായി ഒരു മുട്ടായി മലാറ്റ MDMA കലക്കിയിട്ട് എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്തം മുട്ടോള് തിന്നാൽ 48ാമത്തെ മണിക്കുള്ളിൽ ഇത് പിന്നെ ഓക്ക് വേണ്ട വരും, എനിക്ക് കൊടുക്കാനാവില്ല, ഓള് നേരെ ഓൻ്റെ കൂടി അങ്ങ് പോകും. ശരിയാണോ തെറ്റാണോ? അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭാര്യ ഒളിച്ചു കൊടുക്കുന്നത് ഇഷ്ടമല്ല, എൻ്റെ മക്കൾ നശിക്കുന്ന ഇഷ്ടമല്ല. അതിന് ഞാനിപ്പം കണ്ടുപിടിച്ചൊരു മാർഗം, ഞാനും ഭാര്യയും മക്കളും 18 വയസ്സ് വരെ ഒരു റൂമിൽ ഒരു കട്ടുമ്പോൾ കിടക്കുമെന്ന് തീരുമാനിച്ചു. എൻ്റെ അവിടെയാണ് 4 ആൾക്ക് കിടക്കേണ്ട കട്ടിലും ഇല്ല, 3 ആൾക്ക് കിടക്കേണ്ടേ ഉള്ളൂ. അത് നല്ല രസമാട്ടോ. 4 ആൾക്ക് കിടക്കേണ്ട അടുത്ത് 3 ആൾ കിടന്ന് ഇങ്ങുന്നൊന്നും ഉന്തിയ ഒന്ന് അങ്ങുന്ന് പോകും, അങ്ങുന്നൊന്തിയ ഇങ്ങുന്നൊന്നു. അതുകൊണ്ട് ഞാൾ കിടക്കുന്ന കാണണം, എന്നെ പിടിച്ച് ചെക്കനെ പിടിച്ച് പെണ്ണ്, എല്ലാത്തിനെയും പിടിച്ചോള്. എൻ്റെ 4ാം ക്ലാസ് ഇങ്ങനെ കടന്നപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അല്ലച്ച ഇവിടെ 3-4 ബെഡ്റൂം ഉണ്ടല്ലോ, ഇതെല്ലാവരും മല പിടിച്ച പോലെ ഇങ്ങനെ കിടക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞു, മോനെ എൻ്റെ അമ്മ ഒളിച്ചോടുമ്പോൾ ഇഞ്ഞി പിടിക്കണം, ഞാനോടുമ്പോൾ എല്ലാവരും കൂടി പിടിച്ചോളണം, ഇന്നെ ഞാൻ വിടുകയോ ഇല്ല, എൻ്റെ പെങ്ങൾ ഓടിയിക്കണ്ടേ നമുക്ക് എല്ലാം കൂടി പിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഓൻ പറഞ്ഞ മറുപടി എന്നറിയോ? നിങ്ങൾ കുട്ടികൾക്ക് ബുദ്ധിയില്ലാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ആ ചെക്കൻ പറഞ്ഞതെന്നറിയോ? അച്ഛാ ഇത് പണ്ടേ കിടക്കേണ്ടതേനു, ഇങ്ങനെ എത്തി തന്നെ വലിയ ഭാഗ്യം, ഇനി നമ്മൾ ഉണരണം. എനിക്ക് അപ്പോഴാണ് ധൈര്യം വന്നത്. അതിനുശേഷം ഞാൻ എപ്പോഴും മക്കൾ 10 മണിക്ക് ഉറക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. 10 മണിക്ക് ശേഷം ഉറങ്ങിയിട്ടില്ല, എനിക്ക് ടെൻഷനുണ്ട്. മക്കൾ 10 മണിക്ക് ഉറങ്ങണമെങ്കിൽ 9:55 അച്ഛനും അമ്മയും കിടക്കണം. ശരിയാണോ തെറ്റാണോ? മോന്തായം പറഞ്ഞാൽ അത് ശരി, നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അപ്പം എൻ്റെ മക്കൾ 10 മണിക്ക് ഉറങ്ങണമെങ്കിൽ ആരാദ്യം ഉറങ്ങണം? അച്ഛനും അമ്മയും ഉറങ്ങണം. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഭാര്യയെ വേഗം വന്നോളി, കിടന്നോളി, ഈറ്റുകൾ നശിച്ചു. ഓൾ 9:55 കട്ടുമ്മലേക്ക് വലിച്ചു കൂട്ടി കൊണ്ടുവരുമ്പോൾ എൻ്റെ ഭാര്യൻ്റെ ഒരു പ്രത്യേകത അറിയോ? എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ കോക്ക് നേരെ തിരിച്ചാ. 9:55 വിളിക്കുവാൻ പറഞ്ഞാൽ ഓൾ അന്നേരത്ത് പാത്രം കവുക മുട്ടു, തുണി മടക്കിയേക്കണം നോക്ക്, ഇങ്ങനെ എന്തെല്ലോ മുട്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് തുണിയെല്ലാം പിന്നെ മടക്കി വെക്കാം,
പാത്രം നാളെ കഴുകുക, അത് അങ്ങ് നശിച്ചായാലും എനിക്ക് നാളെ വേറൊരു പാത്രം ഞാൻ വാങ്ങിത്തരാം. ഈ ചെക്കൻ നശിച്ചു പോയാൽ നമുക്കൊരു കാരണവശാലും അവനെ തിരിച്ചു കിട്ടൂല. അതുകൊണ്ട് ഇനി വരി. അപ്പോൾ എന്നെ ശപിച്ചുകൊണ്ട് ആണുങ്ങളിൽ ഇങ്ങനെയാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 9:55 വരുന്നുണ്ട്. വന്നിട്ട് അവിടെ കിടന്ന അവൾ ഉറങ്ങണ്ടേ, അന്നേരത്തോളം വർത്താനം കേൾക്കണം നമുക്ക്. നാളെ പുട്ടാണോ കൊയക്കട്ടയാണോ സാമ്പാറിന് ഇങ്ങനെയാണോ എന്നുള്ള 9:55. അപ്പോൾ സാമ്പാറെല്ലാം പിന്നെ എങ്ങനെയെങ്കിലും അങ്ങ് ഉണ്ടാക്കിയാൽ പോരാ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ അവൾ ഉറങ്ങുന്നുണ്ട്. നമ്മൾ കണ്ണടച്ച് കിടക്കുമ്പോൾ ഐറ്റികൾ ഉറങ്ങുന്നുണ്ട്. ഉറങ്ങുവാൻ കിടക്കുമ്പോൾ എല്ലാ പാരൻസും പറഞ്ഞോളണം, എണീക്കുമ്പം പിടിച്ചോളണം, ആരെണീക്കുമ്പം പിടിച്ചോളണം. പറഞ്ഞുകൂടെ നിങ്ങൾക്ക്? ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ ആദ്യം പിടിക്കപ്പെട്ടത് ഞാനാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മഴ പെയ്തില്ല, അന്ന് ഞാൻ ഈ തടിയും സൗന്ദര്യവും കൂടിയതുകൊണ്ട് രാത്രി അങ്ങനെ ഭക്ഷണം കഴിക്കൂല. അതുകൊണ്ട് ഞാൻ 2 ലിറ്റർ വെള്ളവും കുടിച്ചിട്ടാണ് കിടക്കുക. അന്നും കുടിച്ച് എല്ലാവരും പറയും പിടിച്ചോളണം, ഇനി എന്നെ പിടിക്കണം, ഞാൻ ഇന്നെ പിടിക്കും. അങ്ങനെ ഞാൻ കിടന്ന്, എല്ലാവരും കിടന്ന് പുതച്ച് മൂടി കിടന്നപ്പോൾ 10:30 മണിക്ക് മഴ അങ്ങ് പെയ്ത്. 12-1 മണിയാകുമ്പോൾ മൂത്രമൊക്കെ മുട്ടിയിട്ട് ഒരു നിവൃത്തിയില്ല. മൂത്രമൊക്കെ എണീക്കുവാൻ പറ്റുമോ? ഇവിടെ എണീക്കാൻ പറ്റുമോ? എണീറ്റിക്കേണ്ട ഡീറ്റെയിൽ പിടിക്കുമല്ലോ. ഞാൻ ഒളിച്ചോടുന്നല്ലേ വിളിക്കുക. ഞാൻ മൂത്രം പിടിച്ചാടെ വെച്ച്. നിങ്ങൾ ആരെങ്കിലും മൂത്രം പിടിച്ചു വെച്ചിനാ? പിടിച്ചു വെക്കും തോറും വയറ് പൊട്ടി മരിക്കുന്ന പോലെ ഉണ്ടാവും. ഞാൻ ഒരു 2 മണിയായിരുന്നു ഞാൻ വിചാരിച്ചു ഇപ്പം ഞാൻ മരിക്കൂ. പക്ഷെ ഞാൻ അന്നേരം ആലോചിച്ച് ഞാനാറ്റം മരിച്ചാൽ നാളത്തെ പേപ്പറിൽ എന്നാ വാർത്ത ഉണ്ടാവുക? ക്ലാസ് എടുക്കുന്നോ മൂത്രം മുട്ടി മരിച്ച്, ഇതിലും നല്ലത് മരിക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ ചന്ദ്രയാനിൽ ലാൻഡ് റോവർ ആ ഫെദർ ടച്ചിൽ തൊട്ടതുപോലെ ഞാൻ ചെക്കനെ തൊടാതെ പെണ്ണിനെ തൊടാതെ ഇങ്ങനെ എണീറ്റ് കാലു മെല്ലെ നിലത്ത് വെച്ചപ്പോൾ ഇല്ലേ, ഈ കൈ കൊണ്ട് ചെക്കനങ്ങ് തട്ടിപ്പോയി. ചെക്കനെ തട്ടിപ്പോയപ്പോൾ ചെക്കൻ നിലവിളിച്ചൊരു നിലവിളിയുണ്ട്. നിലവിളിച്ച നിലവിളി എന്നറിയോ? എന്നെ കെട്ടി പിടിച്ചിട്ട് പറയാ, അമ്മേ ഇത് അച്ഛൻ പോന്നാ, ഞാനാ പിടിച്ചത്, വിടൂല ഞാൻ. ഞാൻ പറഞ്ഞടാ മൂത്രമൊക്കെ മുട്ടിയിട്ടാ വിടിഞ്ഞി. ഓൻ പറഞ്ഞ് പല അച്ഛന്മാർക്കും ഇപ്പോൾ രാത്രി മൂത്രമൊക്കെ മുട്ടുന്നുണ്ട്, അതിന് ഞാൻ മരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ മക്കൾക്ക് നമ്മളെ നല്ല പേടിയുണ്ടാവണം. ആ പേടിയാണ് എൻ്റെ കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ മക്കൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടുള്ള ആശങ്ക എനിക്കുണ്ട്. ആ ആശങ്കയാണ് എൻ്റെ മക്കളെ ചേർത്ത് പിടിക്കാൻ എനിക്ക് കരുത്ത് പകരുന്നത്. എൻ്റെ ഭാര്യ ഒളിച്ചോടുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഒളിച്ചോടാതിരിക്കാൻ ഞാൻ അവളെ ചേർത്ത് പിടിക്കുന്നത്. ഇനി ഞാൻ നശിച്ചു പോകുമെന്നുള്ള പേടി ഭാര്യയ്ക്കും മക്കൾക്കും ഉണ്ടാകുമ്പോഴാണ് കുടുംബം അർത്ഥവത്താവുന്നത്. നല്ലൊരു കുടുംബത്തിൽ ഒരിക്കലും ഈ ആപത്തൊന്നും ഉണ്ടാവില്ല. അവിടെ ഒരു കാര്യം കൂടി, ഈ MDMA എന്ന് പറയുന്ന സാധനം ഈ മണ്ണിലുണ്ട് എങ്കിൽ ഒരു ചങ്ങാതി ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 1 കൊല്ലം കൊണ്ട് ഒരു 9 പേരെ ഈ ലോകത്ത് നശിപ്പിക്കും. അതുകൊണ്ടാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഈ നാട്ടിൽ ഈ ഒരു ചങ്ങാതിയെ കാണിക്കാൻ, അവരെ ചേർത്ത് പിടിക്കാൻ, അല്ലെങ്കിൽ അവൻ തിരുത്താൻ സമ്മതിക്കുന്നില്ല എങ്കിൽ അവനെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പോലീസ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല. നിങ്ങളൊക്കെ ഒരു പോലീസുകാരനായി പോലീസുകാരൻ്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ നാട്ടിലെ മനുഷ്യജന്മത്തെ നിലനിർത്താൻ, ഈ നാട്ടിലുള്ള യുവതലമുറയെ ചേർത്ത് പിടിക്കാൻ, അതിന് പണക്കാരനെന്നോ പാവപ്പെട്ടവരൊന്നും നോക്കണ്ട. MDMA ഉപയോഗിക്കുന്ന ചങ്ങാതി ഉണ്ട് എങ്കിൽ ഓനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നേ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ നിമിഷം മുതൽ ഒരു നമ്പർ ഓർമ്മിച്ച് വെക്കണം. 99 95 96 666 എന്നാണ് പോലീസിൻ്റെ യോദ്ധാവ് എന്ന് പറയുന്ന ഈ പോരാട്ടത്തിൻ്റെ ഫോൺ നമ്പർ. 99 95 96 666. ഇതൊരു വാട്സപ്പ് നമ്പറാണ്. ഈ നാട്ടിൽ ഏതെങ്കിലും ചങ്ങാതി ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ഫോട്ടോ ഈ MDMAയോട് കൂടിയുള്ള, കഞ്ചാവോട് കൂടിയുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതിലിട്ടേക്കുക. നിങ്ങൾക്ക് ലൊക്കേഷൻ ഇടുവാൻ പറ്റുമെങ്കിൽ അതും കൂടി ഇടുക. അത് ഇവിടുത്തെ പോലീസിലൊന്നുമല്ല പോകുക, തിരുവനന്തപുരത്തുള്ള സെൻട്രലൈസ്ഡ് കൺട്രോൾ റൂമിൽ പോകും. അവിടെ നിന്ന് ഈ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു യോദ്ധാവിൻ്റെ, ഫയർഫോഴ്സിനെ പോലും ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഗവൺമെൻറ് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അത്രയും ഭീകരമാണ് ഈ നാട്. ഏതെങ്കിലും ഒരു ചങ്ങാതി വന്ന് ഈ ചങ്ങാതിനെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഈ ഫോൺ മെസ്സേജ് അയച്ചു തന്ന രക്ഷാകർത്താവിന്, മനുഷ്യജന്മങ്ങൾക്ക്, കുട്ടികൾക്ക് മനസ്സിലൊരു സന്തോഷമുണ്ടാവണം. ഈ നാട്ടിലുള്ള 9 കുടുംബത്തെ രക്ഷിക്കാൻ എൻ്റെ ഈ മെസ്സേജ് കൊണ്ട് കഴിഞ്ഞു എന്നുള്ള ഒരു വിശ്വാസം, ഒരു ആത്മസമർപ്പണം നിങ്ങളെ മനസ്സിലുണ്ടാകുമ്പോഴാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം വിജയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളോട് സംസാരിക്കാനുണ്ട് എങ്കിൽ 94 97 97 97 97 94 എന്ന് പറയുന്ന ഞങ്ങളുടെ രഹസ്യ കൺട്രോൾ റൂമിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും പറയാം. നിങ്ങളെ വീട്ടിൽ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ
ഒരു 5-6 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, രാത്രി ഈ മക്കളൊക്കെ ഉറക്കൊഴിഞ്ഞിരിക്കുക, രാവിലെ പോത്തിനെ പോലെ കടന്നുറങ്ങുക. കുളിക്കാൻ മടി, പല്ല് തേക്കാൻ മടി, പഠിക്കാൻ മടി, ഓല ഫ്രണ്ട്സിനെ കാണുമ്പം ചിരി, ഉപ്പേനോടും ഉമ്മയോടും ബാപ്പയോടും തെറി, ബാപ്പേനും ഉമ്മയോട് അടി, അനിയനെ പിടിച്ച് അടിക്കുക, കിട്ടിയ സാധനം എടുത്ത് എറിഞ്ഞു കൊടുക്കുക, പൈസക്ക് ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുക, വീട്ടിൽ നിന്ന് തേങ്ങ കുറയുക, കുരുമുളക് കുറയുക, അടക്ക കുറയുക, ഇവർ ഇരിക്കുന്ന സ്ഥലത്ത് എപ്പോഴും വെള്ളപ്പൊടി ഉണ്ടാവുക, ചുണ്ട് ഡ്രൈ ആവുക, എല്ലാ മക്കളുടെ പല്ല് ഇടക്കിടക്ക് മുട്ടി നോക്കണം. ഈ MDMA ഉപയോഗിക്കുന്ന കുട്ടീൻ്റെ പല്ല് 4 മാസത്തിൽ കൂടും, 4 മാസം ആകുമ്പോഴേക്കും ചെറുതായി പൊടിയും, പിന്നീട് ഒരു 6 മാസം ആകുമ്പോൾ കിളകും. ഇതൊക്കെ ഇനി ഞൊട്ടിയൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇരുമ്പൊലൊക്കെ കൊണ്ട് ഞെട്ടണ്ട, കൈകൊണ്ട് ചെറുത് ഞൊട്ടി നോക്കണം, അപ്പോൾ പല്ല് പൊടിയുന്നുണ്ടോ നോക്കണം. അടുത്ത ഏറ്റവും വലിയ പ്രത്യേകത, ഇവരെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ അങ്ങ് മാറും. ഈ ഫ്രണ്ട്സിനെ മാറ്റി വേറൊരു പുതിയ സർക്കിളിലേക്ക് മാറും. പഠനത്തിൽ നിന്ന് D+ നിലവാരത്തിലേക്ക് താണു വരും. അപ്പോൾ അവരൊരു പുതിയ ലോകത്ത് സഞ്ചരിക്കുന്ന പോലെ. അവരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങുമ്പോൾ വല്ലാണ്ട് വെപ്രാളാവും. ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണം ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു കൗൺസിലറെ കാണിക്കണം. ഇനി നിങ്ങൾക്ക് കൗൺസിലറെ കാണിക്കാൻ മടിയുണ്ട് എങ്കിൽ പോലീസ് വീണ്ടും ഒരു നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, 94 97 900 200 എന്ന് പറയുന്ന ചിരി എന്ന് പറയുന്ന കൗൺസിലിംഗ് നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങളെ മക്കളുടെ പ്രശ്നങ്ങളെല്ലാം സംസാരിക്കുക. അവർ നിങ്ങളെ മക്കളെ എങ്ങനെ രക്ഷിക്കണമെന്ന് പറഞ്ഞു തരും. 94 97 900 200. 60% ആളുകൾ ലഹരിയുടെ ലോകത്താണ് ഈ നാട്ടിൽ കൂടി നടക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകളുടെ സുരക്ഷിതത്വം പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ പുറകെ ഏതെങ്കിലും കോന്തപ്പൻ നടക്കുന്നുണ്ടെങ്കിൽ, വാതിലിൻ്റെ അടുത്ത് ജനവാതിലിൻ്റെ അടുത്ത് കള്ളനെ പോലത്തെ ഒരുത്തൻ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും പേടിക്കരുത്. നിർഭയം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ പോൾ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഈ ഉണ്ടക്കണ്ണം പുറകെ നടക്കുമ്പം പോൾ ആപ്പിലേക്ക് ഒരൊറ്റ ഞെക്കുക. 7ാമത്തെ മിനിറ്റിൽ പോലീസ് നിങ്ങളെ വിളിക്കും. അപ്പം നിങ്ങൾ പറഞ്ഞു ഉണ്ടക്കണ്ണം പിറകെ വരുന്നുണ്ട്, ജനലിൻ്റെ അടുത്തൊരു ഉണ്ടക്കണ്ണൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് പോലീസിനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുക. പോലീസ് ഈ ലൊക്കേഷൻ ട്രേസ് ചെയ്തുകൊണ്ട് ഉണ്ടക്കണ്ണനെയും കൂട്ടിയിട്ട് അങ്ങ് പോകും. ആണുങ്ങളെ, നിങ്ങളെ പുറകെ ഏതെങ്കിലും ചങ്ങായോ ഉണ്ടക്കണ്ണിയാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആപ്പും ഇല്ല, മരണപ്പാച്ചൽ വാങ്ങിക്കൊള്ളുക, ആണിയിലോ തെങ്ങുമ്മലോ ആയിരിക്കോളുക. അല്ലാണ്ട് നിങ്ങൾ അപ്പാട് പോലീസ് വിളിച്ചിട്ട് നിങ്ങളെ രക്ഷിക്കേണ്ട സംവിധാനമൊന്നും ഇവിടെ ഇപ്പം ഇതുവരെ ഇല്ല. ഇനി എല്ലാവർക്കും അടിയന്തരമായിട്ട് പോലീസിൻ്റെ സഹായം വേണമെങ്കിൽ 112 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കുക. അരമണിക്കൂർ കൊണ്ട് പോലീസ് നിങ്ങളെ സഹായത്തിനെത്തും. ആ നമ്പറിൽ ഭാര്യ മാന്തി, അമ്മായിയമ്മ തോണ്ടി, അതിർത്തി കോരി ഞാൻ വിളിച്ചിട്ടുണ്ട്, പിന്നെയും വണ്ടി വന്നിട്ട് നിങ്ങൾ അങ്ങ് കൂട്ടിക്കൊണ്ടുപോകും. അത് ജയിലിലേക്കായിരിക്കും. അടിയന്തര ആവശ്യത്തിന് നിങ്ങൾക്ക് 112ലേക്ക് ഏത് ആവശ്യത്തിനും വിളിക്കാൻ പറ്റും. പറഞ്ഞ മനസ്സിലായല്ലോ? അതുകൊണ്ട് ഈ പോലീസിന് നിങ്ങളെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ആശങ്കയുണ്ട്. നിങ്ങൾക്ക് ഒരാശങ്കയുമില്ല എന്നുള്ളതാണ് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഈ നാട്ടിൽ വിജയിക്കാതിരിക്കാൻ കാരണം. അതുകൊണ്ട് അടുത്ത ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് 4 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള മക്കളെ ചേർത്ത് പിടിക്കാൻ, ലഹരി വിരുദ്ധ പോരാളികളായി ഈ നാട്ടിലെ മുൻനിരയിൽ അവരെ കൊണ്ടുവരുവാൻ കഴിയണമെന്ന് ഇതിൻ്റെ സംഘാടകരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിന്, അതിലേറെ എന്നെ ഇത്രയും നേരം കേട്ടിരുന്നതിന് എനിക്ക് നിങ്ങളൊരു സന്തോഷം എന്താ അറിയോ? നിങ്ങൾക്ക് വലിയ വരാന്തൊന്നും ഇതുവരെ ആയിക്കില്ല. വരാന്തായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും സമയം ഇങ്ങനെ ഇരിക്കാൻ പറ്റൂലായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഒന്നും വലിയ വരാന്തൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഇനിയും ഇതിലാതെ ഏറെ ഭ്രാന്ത് വരാതിരിക്കാൻ ഇത്തരം ഒന്നിച്ചിരിക്കലുകൾ അത്യാവശ്യമാണ്. പലപ്പോഴും മക്കൾ പഠിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് പൊതുസ്ഥലത്തിരിക്കുന്ന അച്ഛനോടും അമ്മയോടും ഉമ്മയോടും ഉപ്പയോടും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന, ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന, ഒന്നിച്ച് കൈപിടിച്ച് നടക്കുന്നൊരു സംസ്കാരം ഈ നാടുകളിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇതിൻ്റെ ഈ വാട്സപ്പ് കൂട്ടായ്മയിലെ സംഘാടകരോട് ഞാൻ വിശ്വസിക്കുന്ന നിങ്ങളും ഞങ്ങളോട് കൂടെ ചേരുമെന്നാണ്. മനുഷ്യകുലം ഇവിടെ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് ചേർന്നേ പറ്റുള്ളൂ. അല്ല എങ്കിൽ ആദ്യം നശിക്കുക നിങ്ങളുടെ വീടായിരിക്കും. വീട് നശിച്ചാൽ നാട് നശിക്കും. അതുമാത്രമല്ല, ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞൊരു വാക്കും കൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഈ നാട് നശിക്കുവാൻ കാരണം തിന്മകളുള്ളത് കൊണ്ടല്ല ഈ നാട് നശിക്കുന്നത്. തിന്മകൾ കണ്ടിട്ടും മിണ്ടാതിരിക്കുന്ന നന്മ മരങ്ങളാണ് ഈ നാടിൻ്റെ ശാപമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.